ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മളിന്ന് കൂടിയിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനായി പ്രമാണയുടെ ഫൗണ്ടർ ഡോക്ടർ പ്രേംശങ്കറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. കുറേയധികം പരിചയമുള്ള മുഖങ്ങളുണ്ട്. സോ നമുക്ക് ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ടറി സെക്ഷൻസ് ആണ്. നമുക്കറിയാം ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ആയിട്ട് കൊണ്ടിരിക്കുന്ന വളരെയധികം കോഴ്സുകളും ഒക്കെ പല കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഓഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡാറ്റ സയൻസ്, എന്താണ് എസെൻഷ്യൽ ആയിട്ട് ഡാറ്റ സയൻസ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷൻസിൽ ഉദ്ദേശിക്കുന്നത്. സോ ജനറൽ ഒരു ഔട്ട്ലൈൻ തരാം എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യം ഒരു ഫസ്റ്റ് സെക്ഷൻസിൽ ഡാറ്റ സയൻസ് ഇൻസൈറ്റ്സുകളാണ് തരുന്നത്. എന്താണ് ഡാറ്റ സയൻസ്, എന്തുകൊണ്ട് ഡാറ്റ സയൻസ് പോപ്പുലർ ആയി എന്നുള്ള ഒരു ഇൻസൈറ്റ്സ് തുടങ്ങിയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ്, ഡാറ്റ സയൻസിന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ പഠിക്കാം, ലേണിംഗ് പാത്ത്. സോ ദിസ് ഈസ് ദ ടുഡേസ് സെക്ഷൻസ്. മെയിൻ ആയിട്ട് നമുക്ക് ഒരു ഡാറ്റ സയൻസിന്റെ ഇൻസൈറ്റ്സിനെ കുറിച്ചും പിന്നെ എന്താണ് ഡാറ്റ സയൻസ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനും എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു ഡാറ്റ സയൻസ് കരിയർ തുടങ്ങുന്നവര് പഠിക്കേണ്ട സ്കിൽസ് എന്താണ്, ഇത് പഠിക്കാനുള്ള ലേണിംഗ് പാത്തുകൾ എങ്ങനെയാണ് അവൈലബിൾ ആവുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ഡാറ്റ സയൻസ് പഠിക്കാൻ തുടങ്ങുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. എങ്ങനെ ഒരു കാരിയർ ഡാറ്റ സയൻസിൽ തുടങ്ങാം എന്നുള്ള ഒരു ഡൊമൈനിലാണ് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ സെക്ഷൻസ് നോക്കുന്നത്. ദെൻ ലാസ്റ്റ് സെക്ഷൻ ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കതൊരു ഡിസ്കഷൻ സെക്ഷൻ ആയിട്ട് മാറ്റാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട്സുകളോ ഒക്കെ ഈ ഡൊമൈനെ കുറിച്ചുണ്ട് എന്നുള്ളത് അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഐദർ ചാറ്റിൽ ഇടുക, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിൽ ചെയ്യുക. ഇത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു റേഡിയോ പ്രോഗ്രാം പോലെയല്ല. ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ടും നിങ്ങളുടെ ഇൻപുട്ടുകളും ഒക്കെ എനിക്ക് കേട്ടാൽ കൊള്ളാമെന്ന് ഉണ്ട്. സോ ബി പ്രിപ്പയർഡ്, ബി ഇന്ററാക്റ്റീവ്. ഓക്കെ. ദെൻ എന്തെങ്കിലും സൗണ്ട് ഓഡിയോ ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എങ്കിൽ പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഇതിൽ ചെയ്യാം. സോ ഞാൻ എങ്ങനെ ഡാറ്റ സയന്റിസ്റ്റ് ആയി എന്നുള്ളത് പറഞ്ഞു വെച്ച് തുടങ്ങാം. എനിക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. സോ കമ്പ്യൂട്ടർ സയൻസ് ആസ് എ ഡെവലപ്പർ എന്നുള്ള റോളിൽ തന്നെയായിരുന്നു. സോ അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് PG പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ സ്റ്റാറ്റി പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഓപ്ഷൻ അവിടെ വന്നിരുന്നത്. അന്ന് 2013 സമയത്താണ്. അപ്പോൾ ഒരു ഡാറ്റ സയൻസ് എടുത്ത ഒരു ഗുരു ചെയ്തു വരുന്ന സമയമായിരുന്നു. സോ അന്ന് കുറച്ച് മാത്സ് ഇത്തിരി താല്പര്യമുള്ളത് കൊണ്ട് സ്റ്റാറ്റിക്സും മറ്റു കാര്യങ്ങളും ഒന്ന് പഠിച്ചു. ബട്ട് നമ്മുടെ ബേസിക് സ്കില്ല് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ സ്കിൽസ് ഉണ്ടായിരുന്നു. സോ ഈ സ്റ്റാറ്റിക്സ് പഠിച്ച് അത് ഡെവലപ്പ് ചെയ്തതോടെ ഞാനും ഡാറ്റ സയന്റിസ്റ്റ് ആയി. അപ്പൊ നിങ്ങൾക്കും പൊതുവെ ഈ ഓഡിയൻസിലെ എല്ലാവരും ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ മൾട്ടി പ്രോഗ്രാമേഴ്സ് ഓർഗനൈസ് ചെയ്യുന്നത് പ്രോഗ്രാമർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സും സ്റ്റാറ്റും ഒന്നും സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഡാറ്റ സയന്റിസ്റ്റ് കരിയറിലോട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ സെക്കൻഡ് തിങ്, ഞാൻ കോമൺലി പറയുന്ന ഒരു കാര്യമാണ്. സോ ജനറേറ്റീവ് AI അല്ലെങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ടഫാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പൊതുവെ പ്രോഗ്രാമേഴ്സ് പഠിക്കുന്നവർക്കൊക്കെ അറിയാം, എൻട്രി ലെവൽ ജോബ്സുകൾ വളരെയധികം റെഡ്യൂസ് ചെയ്തിരിക്കുന്ന സമയമാണ്. സോ ഹൗ ടു സർവൈവ് ദിസ് തിങ് എന്നുള്ളത് കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. സോ അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് എന്നുള്ളത്. സോ എൻറ്റയർലി ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്തുകൊണ്ട് ഡാറ്റ സയൻസ് ഇപ്പോൾ പോപ്പുലർ ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഡാറ്റ സയൻസ് എന്തുകൊണ്ട് പോപ്പുലർ ആയി എന്നുള്ളതിന് ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ഡാറ്റയാണ്. നമ്മൾ എന്ത് ചെയ്താലും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഡാറ്റയാണ് ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു, അവിടെ നിന്ന് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫുഡ് പ്രിഫറൻസ് ബാക്കി കാര്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യുന്നു. ഒരു ഇമെയിൽ അയക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ, മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഡാറ്റയാണ്. പിന്നെ മാത്രമല്ല ഓഡിയോ, വീഡിയോ, അങ്ങനെ എല്ലാ ഇമേജസ്, സെൻസർ ഡാറ്റ, എവിടെയെല്ലാം ഡാറ്റകളാണ്. സോ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പൊ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറ് പോലും ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സോ ഡാറ്റ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റ് ഡാറ്റയോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റ, നിങ്ങൾ എക്സൽ ഷീറ്റിൽ ഉള്ള ഒരു ഡാറ്റ മാത്രമല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഡാറ്റ എന്ന് പറയുന്നത്.
ഓഡിയോ, വീഡിയോ, ഇമേജസ്, നെറ്റ്വർക്ക്, സെൻസർ ഡാറ്റയൊക്കെ ഡാറ്റയാണ്. ഹ്യൂജ് ഡാറ്റ അവൈലബിൾ ആണ്. അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റലൈസേഷൻ, എല്ലാ സർവീസുകളും ഡിജിറ്റലൈസ് ചെയ്തു. ബാങ്കിങ് ഡിജിറ്റലൈസ് ചെയ്തു. അപ്പൊ ബാങ്കിങ്ങിൽ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ, ഗൂഗിൾ പേയിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു റെക്കോർഡ്, ഡിജിറ്റൽ റെക്കോർഡ് അല്ലെങ്കിൽ ഡാറ്റ സേവ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സ്പെൻഡിങ് പാറ്റേൺസ് അതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹോട്ടൽസിലാണോ ഗൂഗിൾ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡ് കൗണ്ടേഴ്സിലാണോ, അല്ലെങ്കിൽ വേറെ ഗ്രോസറിക്കാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ സോ ഇങ്ങനെ ഈ ഒരു ഡാറ്റയെ വെച്ച് ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ എക്സ്പെൻസ് പാറ്റേൺസ് പഠിക്കാനും ഒക്കെ ഇപ്പോൾ പോസിബിൾ ആണ്. സോ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയി ഡാറ്റ എല്ലായിടത്തും അവൈലബിൾ ആയി. ബട്ട് അതോടുകൂടെ ഒരു ചേഞ്ച് വന്നത് സ്റ്റോറേജ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ പവർ ആണ്. പണ്ടൊരു കാലത്ത് നിങ്ങൾക്ക് അറിയാം, ഞാനൊക്കെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്ലോപ്പി ഡ്രൈവ്സ് ആണ് യൂസ് ചെയ്തിരുന്നത് പ്രോഗ്രാം ചെയ്യാൻ, ഒരു ചേഞ്ച് ചെയ്യാൻ. ഒരു കിലോബൈറ്റ്സ് ഓഫ് ഡാറ്റ മാത്രം ചേഞ്ച് ചെയ്യാവുന്ന ഫ്ലോപ്പി ഡ്രൈവിൽ നിന്നും ഇന്ന് ഒരു ദിവസം ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റകൾ പെറ്റാബൈറ്റിലോട്ടും എക്സാബൈറ്റിലോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്തു. നമുക്ക് അതിന് വേണ്ട കമ്പ്യൂട്ടേഷണൽ പവർ, അതായത് സ്റ്റോറേജ്, ക്ലൗഡിലോട്ട് സ്റ്റോറേജും മറ്റും വന്നതോടുകൂടെ ഡാറ്റ സയൻസ് വളരെയധികം പോപ്പുലർ ആവുകയും ഹ്യൂജ് ഡാറ്റ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ നമ്മൾ ലോകത്തിലെ മൊത്തം ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയുടെ 90% ഇപ്പൊ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ 99% ഈ ഒരു കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ജനറേറ്റ് ചെയ്ത ഡാറ്റയാണ്. സോ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്രത്തോളം ഡാറ്റയാണ് ജനറേറ്റ് ചെയ്യുന്നത് ലോകത്തില് എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ 3 മില്യൺ ഫോട്ടോസ് ആണ് ഒരു മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ എന്താണ്, സോഷ്യൽ മീഡിയയിൽ എത്ര വീഡിയോസ്, യൂട്യൂബിൽ എത്ര വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ എത്രത്തോളം വ്യൂയിങ് നടക്കുന്നുണ്ട്, എത്ര ട്വീറ്റുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഗൂഗിളിൽ എത്രത്തോളം സെർച്ച് നടക്കുന്നു എന്നുള്ള രീതിയിൽ ഹ്യൂജ് ഡാറ്റയാണ് എവറി മിനിറ്റിലും ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ഡാറ്റ ഉണ്ട്. സോ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ ഈസ് ന്യൂ ഓയിൽ എന്ന് ആ കോഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ അതിന് വേണ്ട പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളില്ല. ക്ലൈവ് ഹംബ്ലി 2006 ചെറിയലി ഇന്റർനാഷണൽ ലെവലിൽ ആദ്യമായിട്ട് ഡാറ്റ ഈസ് ന്യൂ ഓയിൽ എന്നുള്ള കോട്ട് പറഞ്ഞത്. ബട്ട് ഇന്ത്യൻ സെനാരിയോ എടുക്കുകയാണെങ്കിൽ മുകേഷ് അംബാനി 2019 ഇത് പറയുമ്പോഴാണ് ഡാറ്റ ഈസ് ന്യൂ ഓയിലും ഡാറ്റ ഫോക്കസ് ചെയ്ത കമ്പനീസും സ്റ്റാർട്ടപ്സും ഒക്കെ കൂടുതൽ ഡാറ്റയിലോട്ട് അല്ലെങ്കിൽ കരിയറും പുതിയ കോഴ്സുകളും ഒക്കെ ഡാറ്റയെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. സോ ഈ ഒരു കഴിഞ്ഞ 2-3 കൊല്ലത്തിനുള്ളിൽ വളരെയധികം കോഴ്സുകളും വളരെയധികം ഡാറ്റ സയൻസും AI കമ്പനികളും നമ്മുടെ ഡൊമൈനിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഡാറ്റ ഈ ഭയങ്കര ഇൻസൈറ്റ്സുകൾ നമുക്ക് വളരെയധികം ഡാറ്റ നമ്മുടെ അവൈലബിൾ ആണ്. ഈ ഡാറ്റയിൽ നിന്നും കുറച്ച് വാല്യുബിൾ ഓയിൽ അറിയാലോ, ഓയിൽ റിച്ച് കൺട്രീസ് എന്നുള്ളതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും പോപ്പുലർ ആയിരിക്കുന്നത്. ഓയിൽ പോലെ പുതിയ കാലത്തിന്റെ ഒരു ന്യൂ ഓയിലാണ് ഡാറ്റ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഡു വി ഹാവ് ദ റിസോഴ്സ് ടു റിഫൈൻ ഇറ്റ്? ആ ഓയിൽ നിന്ന് നമ്മൾ എന്താ പറയുക, പെട്രോളിയം ഒക്കെ പ്രൊഡക്ട്സുകളെ റിഫൈൻ ചെയ്ത് എടുക്കുന്ന ഓയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സിനാറിയോയില് നമുക്ക് ആ റിസോഴ്സസ് അതിനെ റിഫൈൻ ചെയ്യാനുള്ളത് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. കമ്പനീസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ്. സോ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് 2 ടൂളുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഡാറ്റ അനലിറ്റിക്സ്, ദ റിഫൈനറി പാർട്ട്, ആൻഡ് ഇന്റലിജൻസ് പാർട്ട്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ ഇന്റലിജൻസും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് അതിൽ നിന്നും എങ്ങനെ ഇൻസൈറ്റ്സുകൾ എടുത്ത് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ള ഫോക്കസിലാണ് എല്ലായിടത്തും വരുന്നത്. സോ ആസ് എ സമ്മറി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ എവറി ഡേ നമ്മൾ ഹ്യൂജ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നാണ് വരുന്നത്. ഈ ഡാറ്റയിൽ നിന്നും ഹിഡൻ പാറ്റേൺസും ഇൻഫോംഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ ഡാറ്റയുണ്ട്. സോ ആ ഡാറ്റയിൽ നിന്നും ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ സയൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഇൻഫോംഡ് ഡിസിഷൻ. നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ ഡാറ്റ സയൻസ് വളരെ യൂസ്ഫുൾ ആണ്. എങ്ങനെയായിരിക്കും ആ ട്രൂ വാല്യൂ ഓഫ് ഡാറ്റ നമുക്ക് ഡാറ്റ സയൻസിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. സോ ഇവിടെ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് കൂടി എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂടി ഹെൽപ്ഫുൾ ആണ്. ഐ തിങ്ക് ഇതിലെ സ്റ്റുഡൻസ് IT അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് എത്ര സ്റ്റുഡൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡാറ്റ സയൻസ് പഠിക്കുന്ന ബിഗിനർ സ്റ്റുഡൻസ് ആണ് കുറച്ച് പേരെന്ന് എനിക്ക് തോന്നുന്നു. സോ എൻഡ് ഓഫ് ദി സെഷൻസ് നിങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു.
മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഡാറ്റ സയൻസ് കരിയറിലോട്ട് പോകാന്നുള്ളത് അവർ കമ്പ്യൂട്ടേഷൻ സ്കിൽസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. സോ വർക്കിംഗ് പ്രൊഫഷൻസിൽ തന്നെ IT അല്ലെങ്കിൽ പ്രോഗ്രാമർ ഡെവലപ്പ് ഉള്ളവർ പലരും ഡാറ്റ സയൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോർമലി കൺസൾട്ടൻസും മറ്റേ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് എപ്പോഴും മെന്റർ ചെയ്യാൻ വരാറുണ്ട്. നോൺ IT ബാക്ക്ഗ്രൗണ്ട്, ഫോർ എക്സാമ്പിൾ സെയിൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള റോളിലോട്ടൊക്കെ നമുക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ചാറ്റിൽ ഇട്ടാലും മതി, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ 1-to-1 ഡിസ്കഷൻ നടക്കാം. സോ എന്താണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്? സോ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഗ്ലോറിഫൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. സോ കോർ എന്ന ഡാറ്റ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. ബട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മുകളിൽ ഇത്തിരി കമ്പ്യൂട്ടേഷണൽ കാര്യങ്ങളൊക്കെ വന്ന മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡർ പോപ്പുലാരിറ്റി ഓഡിയൻസ് കിട്ടുമെങ്കിലും നിങ്ങളുടെ കോർ ബേസിക്സ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. സോ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കരിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അറിയാം, ഞാനും നിങ്ങളെ പോലെയുള്ള ഒരു പ്രോഗ്രാമർ ആണ്. എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ പ്രോഗ്രാമർ എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ മാത്സ് പൊതുവെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ സ്റ്റാറ്റിക്സ് ആണ് നമ്മുടെ ഡാറ്റ സയൻസിന്റെ ഫൗണ്ടേഷൻ. നമുക്കത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് അതിലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റില്ല. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്, ഞങ്ങൾ കുറച്ച് ടൂള് പഠിച്ചു കഴിഞ്ഞാൽ ഡാറ്റ സയന്റിസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ബേസിക്കലി പൈത്തൺ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ ഡാറ്റ സയന്റിസ്റ്റ് ആവുന്നു എന്നുള്ളതല്ല. ബട്ട് ഫൈനലി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റാറ്റിക്സ് ഫൗണ്ടേഷൻ. അത് പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡാറ്റ സയന്റിസ്റ്റ് റോളിലോട്ടോ പ്രോഗ്രാമിലോട്ടോ പോയിട്ട് കാര്യമില്ല. ക്ലിയർ ആണോ? ചാറ്റ് അത്യാവശ്യം വന്നിട്ടുണ്ടല്ലേ? ചാറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിലാല് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാന് സോറി, ചെറിയൊരു പ്രശ്നമുണ്ട്. സ്ലൈഡില് നോക്കിയിട്ട് പറയുന്നതുകൊണ്ട് ഇതിൽ കാണുന്നില്ല. ഓക്കെ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്ററാക്റ്റീവ് സെഷൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരായിരുന്നു ഹാൻഡ് റൈസ്? ഇത് എനിക്ക് തോന്നുന്നു മാറ്റി തോന്നുന്നു. സോ നമുക്ക് കമന്റ്സ് വന്നത് അച്ചുവിന്റെ നിന്നാണ്. അച്ചു ഇസ് എ PhD സ്കോളർ, നോട്ട് ഫ്രം IT ബാക്ക്ഗ്രൗണ്ട്, MSc ഇൻ റിമോട്ട് സെൻസിങ് ആൻഡ് GIS. സോ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇതില് MSc ഇൻ റിമോട്ട് സെൻസിങ് ആൻഡ് GIS ഡാറ്റ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ ഡാറ്റ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ഡാറ്റ സയൻസിന്റെ ഒരു ഡൊമൈൻ തന്നെയാണ്. സോ ഇപ്പൊ ചെയ്യുന്ന ഒരു വർക്കും ഡാറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു ലൊക്കേഷൻ ബേസ്ഡ് ഡാറ്റയിൽ നിന്നും അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഡാറ്റയിൽ നിന്നും ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന PhD അതാണ് ആ ഏരിയയിലാണെന്ന് വിചാരിക്കുന്നു. സോ അത് ഡാറ്റ സയൻസ് റോള് തന്നെയാണ്. പക്ഷെ കുറച്ച് സ്കിൽസുകളും ടൂളുകളും ഇത്തിരി ഡിഫറെന്റ് ആണ് എന്ന് മാത്രം. ദെൻ അനദർ അജീബ് KP സീനിയർ ഡാറ്റ എഞ്ചിനീയർ ആണ്. സോ എക്സ്പെർട്ട് ഡാറ്റ എഞ്ചിനീയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ നല്ല കാര്യങ്ങളാണ്. കാരണം നിങ്ങളെ പോലെയുള്ളവർക്ക് ഡാറ്റ എഞ്ചിനീയറിംഗിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മെന്റർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഞാനിപ്പോൾ എന്റെ പ്രസന്റേഷൻസിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനേഴ്സിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് സെക്ഷനിൽ എക്സ്പെർട്ട് ഡാറ്റ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസും പ്രൊജക്ട്സുകളും അതിന്റെ റിസർച്ചും ഒക്കെ ഫോക്കസ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. മടിച്ചു നിൽക്കണ്ട, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. സർ, ഈ ഫുട്ബോൾ ക്ലബ്സിലൊക്കെ റോൾസ് ഉണ്ടോ ഇതിന്? സ്പോർട്സ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് വളരെയധികം റോളാണ്. ഫുട്ബോളിലേക്ക് കുറച്ച് കേസ് സ്റ്റഡീസ് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. സോ ഇപ്പൊ IPL കാണുന്ന ഒരാളാണ്. IPL ഈ ബോൾ പിച്ചിങ് തൊട്ട് ഇത് കുറെ അധികം അനലറ്റിക്സുകൾ അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് സ്കോർസ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കാണിക്കാം. ഫുട്ബോളിലും അതേപോലെ തന്നെ ബോൾ പാസിംഗ് മൂവ്മെന്റ്സുകൾ മോണിറ്റർ ചെയ്തിട്ടുള്ള പ്രഡിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. സോ പ്ലെയേഴ്സിന്റെ പൊസിഷൻസ് തൊട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും ഒക്കെ പല ടീം മാനേജ്മെന്റും ഈ അനലറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു കരിയറാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാമെന്ന് ഡൊമൈൻ സ്പെസിഫിക് ആണ്. അപ്പൊ ഓരോ ഡൊമൈനിലോട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്, പാഷൻ. ഇപ്പൊ ഫുട്ബോൾ ആണ് അല്ലെങ്കിൽ സ്പോർട്സ് ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ സ്പോർട്സ് അനലറ്റിക്സിൽ എന്തൊക്കെ പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കാം.
അല്ല നിങ്ങൾക്ക് ഫിറ്റ്നസ് ആണ് താല്പര്യമെങ്കിൽ ഫിറ്റ്നസ് അനലറ്റിക്സിൽ എന്തൊക്കെയാണ് പോസിബിലിറ്റി എന്ന് പറയാം. അതുമല്ല നിങ്ങൾക്ക് ഫിനാൻസ് ആണ് താല്പര്യമെങ്കിൽ ബാങ്കിങ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ളിടത്തുള്ള അനലറ്റിക്സിന്റെ ഓപ്ഷൻസ് ഷെയർ ചെയ്യാം. ബട്ട് ഇവിടെയൊക്കെ ഡൊമൈൻ ഡിഫറെന്റ് ആണ്. ബട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൂളുകളും അനാലിസുകളും കമ്പ്യൂട്ടർ വിഷനോ അല്ലെങ്കിൽ ബിഗ് ഡാറ്റ ടൂളുകളോ ഡാറ്റ ക്ലീനിങ് ഡാറ്റ അതെല്ലാം സിമിലർ ആയിരിക്കും. ബട്ട് ഡൊമൈൻ സ്പെസിഫിക് ആയിരിക്കും മറ്റ് നിങ്ങളുടെ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? റഹ്മാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റഹ്മാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സാർ, എൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. ഞാൻ നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു സാർ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഡാറ്റ സയൻസിന്റെ ഒരു ഇന്റേൺഷിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബ് സെർച്ചിങ് ആണ്. പൊതുവെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ജോബ് ഓപ്പണിംഗ് ഇത്തിരി കുറവാണ്. അതായത് ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ ജോബ് ഓപ്പണിങ്സ് കുറവാണ്. ബാംഗ്ലൂരൊക്കെ ഉണ്ടെങ്കിലും കൊച്ചിയിലുള്ള റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഇത്തിരി റെഡ്യൂസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ബട്ട് കുറച്ചും കൂടി സ്കിൽ ബേസ്ഡ് ആണ്. അതായത് ഇപ്പൊ നിങ്ങളൊരു ഡാറ്റ വിഷ്വലൈസേഷൻ BI ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ BI പോലുള്ള ടൂൾ ആണെങ്കിൽ അതിൽ പ്ലേസ്മെന്റ്സ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ബട്ട് ജനറലി ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ടും ഡാറ്റ അനലിസ്റ്റ് ആയിട്ടുള്ള കോൾസ് ഫ്രഷേഴ്സിന് ഇപ്പൊ വിളിക്കുന്നതായിട്ട് കാണുന്നില്ല. എനിവേ പ്രൊജക്ട്സുകൾ ചെയ്യൂ, ഒരു ഏരിയയിൽ എക്സ്പെർട്ടൈസ് എടുക്കുക, ഏതെങ്കിലും ഒരു ഏരിയ പ്ലസ് ഒരു ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ പ്ലേസ്മെന്റ് ഈസി ആയിട്ട് കിട്ടും. സോ അതിനുള്ള സ്ട്രാറ്റജി ഞാൻ ലാസ്റ്റ് പറയാം. വെബ് സ്ക്രാപ്പിംഗ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സാർ. ഓക്കെ, ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്താണ് ഡാറ്റ സയൻസ് എന്നുള്ള ഡൊമൈനിലേക്ക് പോവാണ്. സോ ഞാനത് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 3 ഇതാണ് വെൻ ഡയഗ്രമായിൽ കാണാമെന്ന് തോന്നുന്നു. ഡാറ്റ സയൻസിൽ വരുമ്പോൾ ഒന്ന് മാത്സ് ആൻഡ് സ്റ്റാറ്റിക്സ്, അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സയൻസിലോട്ട് വരാൻ പറ്റില്ല. 2 മാത്സ് ആൻഡ് സ്റ്റാറ്റിക്സ് സ്കില്ലാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കമ്പ്യൂട്ടേഷണൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്കില്ലുകൾ, പ്രോഗ്രാമിംഗ് സ്കിൽസ്, പൈത്തണോ ആറോ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കുക എന്നുള്ളതാണ്. 3 ആണ് നിങ്ങൾ മാത്സും സ്റ്റാറ്റിക്സും പഠിച്ച് ഒരു ഡൊമൈൻ നോളജ്. നമുക്ക് എല്ലാ ഡൊമൈനിലും നമുക്ക് നോളജ് ഉണ്ടാവണം എന്നുള്ളത് ഇല്ല. നമ്മൾ ഒരു ഡൊമൈനിൽ ഫോക്കസ് ചെയ്യാം. ഒരു പ്രൊജക്ട് ചെയ്യുകയാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ ഫിനാൻസിലോട്ടാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഫിനാൻസ് ഡൊമൈനിലേക്ക് പോവാം. അല്ല നിങ്ങൾക്ക് GIS ഡൊമൈനിലോട്ട് ആണ് താല്പര്യമെങ്കിൽ GIS ഡൊമൈനിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഡൊമൈനിലുള്ള ബിസിനസ് നോളജും ടേംസുകളും കാര്യങ്ങളും, അല്ല നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലോട്ടാണ് മെഡിക്കൽ അനലിറ്റിക്സിലോട്ടാണ് പോകാൻ താല്പര്യമെങ്കിൽ ആ ഒരു ഡൊമൈൻ ഫോക്കസ് ചെയ്യുക. പക്ഷെ എവിടെയായാലും നിങ്ങളുടെ ഡൊമൈനിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ബിസിനസ് പ്രോബ്ലംസ് ആയിരിക്കും. സോ അവിടെ ആ ബിസിനസ് പ്രോബ്ലം ആണെങ്കിൽ ആ ബിസിനസ് ഡൊമൈനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് വേണ്ട മാത്സും സ്റ്റാറ്റിക്സും ഡെവലപ്പ് ചെയ്യാനും അതിനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സയൻസ് കോഡുകൾ ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഡൊമൈൻ നോളജ് എന്നുള്ളത് ഒന്ന് ഫോക്കസ് ചെയ്യുക. പുതിയ ഫ്രഷേഴ്സിന് പലപ്പോഴും ഡൊമൈൻ നോളജ് ഉണ്ടാവാറില്ല. ബാക്കി 2 സ്കിൽസ് ഉണ്ടെങ്കിലും ഡൊമൈൻ നോളജ് എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ ഡൊമൈൻ നോളജിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യുക. സോ ഡാറ്റ സയൻസ് എന്തിനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡാറ്റ വിഷ്വലൈസേഷൻ ഉണ്ട്, ഡാറ്റ മൈനിങ്, ഡാറ്റ വെബ് സ്ക്രാപ്പിംഗ്, ഡാറ്റ പ്രിപ്പറേഷൻ, ന്യൂറോ കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, പാറ്റേൺ റെക്കഗ്നിഷൻ, ഇങ്ങനെ A to Z ഓപ്ഷൻസ് ഡാറ്റ സയൻസ് ലിസ്റ്റിലുണ്ട്. എല്ലാം പ്രാക്ടിക്കലി നമുക്ക് കവർ ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം കവർ ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഇതിനെല്ലാം ബേസിക്കലി ഒരു അവയർനെസ് ഉണ്ടാവണം. ബട്ട് ആസ് എ ഡാറ്റ സയന്റിസ്റ്റ് നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഡാറ്റ ഡ്രിവൺ ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ പറ്റുമോ? ഇപ്പൊ ഏത് ഡൊമൈനിലായാലും കുറെ ട്രാൻസാക്ഷൻ ഡാറ്റ, ബാങ്ക് ആണെങ്കിൽ ബാങ്കിന്റെ കുറെ ട്രാൻസാക്ഷൻ ഡാറ്റ ഉണ്ടാവും. അതിൽ നിന്നും ഡാറ്റ എഞ്ചിനീയറിംഗ് പ്രോസസ്സിംഗ്, അതായത് ഈ ഡാറ്റകളെ നമുക്ക് ഒരു ഡാറ്റ ലേക്കിലോട്ടോ അല്ലെങ്കിൽ ക്ലൗഡിലോട്ടോ കൊണ്ടുവന്ന് ബാക്കി ഡാറ്റാബേസുകളിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ ക്ലീനിങ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് അതിൽ നിന്നും എന്ത് ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എന്ത് ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പൊതുവെ വരുന്നത്. ഇത് കമ്പനീസ് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് കമ്പയർ ചെയ്യാം. സോ എങ്ങനെയൊക്കെയാണ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് സിമ്പിൾ എക്സാമ്പിൾസ് ഞാൻ പറയാം. സ്വിഗ്ഗി ആൻഡ് ഉബർ ഈറ്റ്സ്. ഇപ്പൊ ഉബർ ഈറ്റ്സ് ഇല്ല എന്നാൽ കൂടി 2 ഫുഡ് ഡെലിവറി ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് സെയിം ഫുഡ് 2 ആപ്പിൽ നമ്മൾ ഓർഡർ ചെയ്യും. സോ ആർക്കാണ് ഡിഫറൻസ്, ആർക്കാണ് കൂടുതൽ ഓഫേഴ്സ്, നമ്മൾ എപ്പോഴും അതാണ് ചൂസ് ചെയ്യാറ്.
അതൊരു ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഓൺലൈൻ ഇ കൊമേഴ്സിൽ ചെയ്യാണ്, ഫ്ലിപ്കാർട്ട് വേണോ ആമസോൺ വേണം. സോ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പീപ്പിൾ ഹു ബ്രോട്ട് ദിസ് ആൾസോ ഇപ്പൊ പർച്ചേസ് എന്ന് പറയുന്നത് ആമസോൺ തന്നെ കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് ഒരു റെക്കമെൻഡേഷൻ തരും. ഇവിടെയൊക്കെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഈ മൊബൈൽ ഫോൺ വാങ്ങിയ ആൾക്കാര് അവരുടെ ഷോപ്പിംഗ് കാർട്ടിൽ വേറെ എന്തൊക്കെ ഐറ്റം വാങ്ങിയിട്ടുണ്ടെന്ന് നോക്കുകയും അതിൽ ഏറ്റവും പ്രോബബിൾ ഞാൻ വാങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഐറ്റം ആണ് നമുക്ക് റെക്കമെൻഡേഷൻ എൻജിൻസ്, അതാണ് അൽഗോരിതംസ് വഴി നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഡാറ്റ ഡ്രിവൺ ആണ്. എല്ലാത്തിനും ഈവൻ നമ്മുടെ ഷോർട്ടസ്റ്റ് റൂട്ട് നമ്മൾക്ക് അനലൈസ് ചെയ്യുന്നത് ഡാറ്റ ഡ്രിവൺ ആണ്. പൊളിറ്റിക്കൽ ഡൊമൈനിൽ പല ഡിസിഷൻസും ഡാറ്റ ഡ്രിവൺ ആണ്, പോളിസീസ് ഡാറ്റ ഡ്രിവൺ ആണ്. സെക്കൻഡ് തിങ്, ഇപ്പോൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്നുള്ള രീതിയിലും ഇത് ഡാറ്റ ഡ്രിവൺ ആണ്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. സോ ഈ ഒറ്റ സിംഗിൾ വിഷ്വലൈസേഷനിൽ ഫുൾ നമുക്ക് ഓരോ കാൻഡിഡേറ്റ്സും എത്രയാണ് വോട്ട്, മറ്റു കാര്യങ്ങൾ, സീറ്റ്സ് എത്രയൊക്കെയാണ്, അത് ഓവറോൾ 543 സീറ്റിൽ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു സിംഗിൾ വിഷ്വലൈസേഷനിൽ ചെയ്യാൻ പറ്റും. സോ ഇതാണ് എന്താ പറയുന്നത് ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻസിലെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. സോ നോർമലി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രൈസ് കമ്പാരിസൺ ആണ്. സോ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും പലപ്പോഴും ഒരു ഓഫർ സെയിൽ, ബിഗ് ഗ്രേറ്റ് ഇന്ത്യൻ ബിഗ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഓഫേഴ്സ് വരുമ്പോൾ ഞാൻ നോർമലി വെബ് സ്ക്രാപ്പിംഗ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രൈസുകൾ നോക്കും. സോ അത് കൂടുകയാണോ കുറയാണോ, അതിൽ ഏതാണ് പൊട്ടൻഷ്യൽ സേവിങ്സ് എന്നുള്ളത് നമുക്ക് എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പൊ ടൂളുകളൊക്കെ ഉണ്ട്, അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്, എന്നാൽ കൂടി നമുക്കത് ട്രാക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ല കാര്യങ്ങളാണ്. പ്രാക്ടിക്കലി ഡാറ്റ സയൻസിന് നമ്മുടെ ജീവിതത്തെ ശൈലിയുടെ ഭാഗമാക്കി മാറ്റിയാലേ ഒരു ഡാറ്റ സയൻസ് ബ്രെയിൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു മൈൻഡ് സെറ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ് മൈൻഡ് സെറ്റ് വളരെ കാര്യമാണ്. സോ അതിന് രണ്ട് പൊതുവായിട്ട് ഞങ്ങൾ പറയുമ്പോൾ രണ്ട് സാധനങ്ങളാണ്, ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും. സോഫ്റ്റ് സ്കിൽസിൽ ബിസിനസ് നോളജ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അത് എന്താണെന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദെൻ കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറി ടെല്ലിങ്, അതായത് നിങ്ങളുടെ നല്ല റിസൾട്ട് കിട്ടി, നല്ല വിഷ്വലി അപ്പിയറൻസ് ആയിട്ട് ഒരു മാനേജ്മെന്റോ അല്ലെങ്കിൽ പുറത്ത് നമുക്ക് വിഷ്വലി ഒരു സ്റ്റോറി ടെല്ലിങ് എന്നുള്ള രീതിയിലോട്ട് സോഫ്റ്റ് സ്കിൽസുകൾ വേണ്ടി വരും. ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് പൈത്തൺ അല്ലെങ്കിൽ R, രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ വേണം. മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് സ്കിൽസുകൾ വേണം. അതുപോലെ SQL, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഡാറ്റ വിഷ്വലൈസേഷൻ സ്കിൽസുകൾ, അതുപോലെ ക്ലൗഡ് സ്കിൽസ് ഒക്കെ വേണ്ടി വരും. സോ ഇതൊരു ജസ്റ്റ് ഒരു കേസ് സ്റ്റഡിയാണ്, ഒരു എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇത് നമ്മള് ഡാറ്റ സയന്റിസ്റ്റ് മൈൻഡ് സെറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്നതാണ്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കയിൽ നടന്ന സ്റ്റഡിയാണ്. സോ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്നത്തെ എയർക്രാഫ്റ്റ് ആണ്, അതിന്റെ ഡിസൈൻസ് ആണ്. അപ്പൊ പല എയർക്രാഫ്റ്റുകളും മറ്റേ ജർമ്മനിയുടെ ഒക്കെ വെടി കൊണ്ട് തകർന്നു പോകുന്നുണ്ട്. അപ്പൊ ഒരു സ്റ്റഡി ചെയ്തതെന്ന് വെച്ചാല് അവരുടെ എന്താ പറയാ വിമാനത്താവളത്തിൽ പോയിട്ട് അവിടെയുള്ള വിമാനങ്ങളിലേക്ക് എവിടെയാണ് ഇപ്പൊ ഈ റെഡ് മാർക്ക് എന്ന് പറയുന്ന ബുള്ളറ്റ് വെടികൊണ്ട പാടുകളാണ്. അപ്പൊ വെടികൊണ്ട പാടുകൾ മാർക്ക് ചെയ്ത് ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വെടികൊണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ആ ഒരു ഭാഗം കൂടുതൽ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ എന്താണ് വിമാനങ്ങൾ തകരുന്നത് ഒഴിവാക്കാം എന്നുള്ള, വലിയ ഒരു ആൾനാശങ്ങളൊക്കെ ഒഴിവാക്കാം എന്നുള്ള സ്റ്റഡിയിലാണ് അവർ ചെയ്തത്. സോ അതിനൊരു ഫൈനലൈസ് വേണ്ടിയിട്ട് അന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അവർ കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ചിറകിന്റെയും വാൽ അറ്റത്തും നടുവിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വെടി ഉണ്ടായിട്ടത്. അപ്പൊ അവിടെ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ വിമാനം തകരാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് സ്ട്രോങ് ആക്കാൻ. അപ്പൊ അതിന് കുറെ കോസ്റ്റും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത്. സോ അവിടെ ഇതൊക്കെ അനലൈസ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം വെടിയുണ്ട കൊണ്ട് തിരിച്ചു വന്ന വിമാനങ്ങളാണ്. അപ്പൊ അത് ഇവിടെ വെടികൊണ്ടാലും വലിയ ഇഷ്യൂസ് വിമാനത്തിന് പറ്റുന്നില്ല. അതേസമയം മിക്ക വിമാനത്തിന്റെയും ഡാറ്റയിൽ വരുമ്പോൾ മെയിൻ കോക്പിറ്റിലും മറ്റേ പില്ലറിന്റെ അവിടെയും വെടികൊണ്ട്, ഫ്രണ്ടിലുള്ള 2 പോയിന്റ്സിന് മുകളിൽ വെടികൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ വാലിന്റെ അറ്റത്ത് വെടികൊണ്ടുള്ള വിമാനങ്ങളൊന്നും തിരിച്ചു വന്നിട്ടില്ല. സോ അതിന്റെ ഡാറ്റ അതുകൊണ്ടാണ് അവിടെ വെടികൊണ്ടു കഴിഞ്ഞാൽ എന്തായാലും അപകടം പറ്റും. സോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഏരിയനെ സ്ട്രെങ്ത് ചെയ്യണം എന്നതായിരുന്നു ആ അനലിസ്റ്റിന്റെ റിപ്ലൈ. അതായത് നമ്മളൊരു കയ്യിലുള്ള ഡാറ്റയെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ആ ബിസിനസ് ഡൊമൈൻ പഠിച്ചിട്ട് എന്തുകൊണ്ട്
ഇതിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും കൂടി ഒരു ഡാറ്റ സയന്റിസ്റ്റിന് വേണം. അതിന് കോമൺ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, നമ്മളെപ്പോഴും എന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റ എല്ലാം വെച്ചിട്ട് നമ്മൾ അതിന് റെക്കമെൻഡ് ചെയ്യുന്നു. സോ ആ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്തു, അവിടെ ബയാസ് ഉണ്ടോ, ആ ഡാറ്റയേക്കാൾ ബെറ്റർ നമുക്ക് എന്താണ് അതിന്റെ റിയൽ ബിസിനസ് പ്രോബ്ലം എന്തൊക്കെയാണ്, വേറെ എന്തെങ്കിലും അതർ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതെല്ലാം ഒരു ഡാറ്റ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് തിങ്ക് ചെയ്യണം. സോ അപ്പൊ ബയാസ് എന്നുള്ളത് എപ്പോഴും ഒരു ഡാറ്റയിൽ എപ്പോഴും വരാവുന്ന സാധ്യതയാണ്. അപ്പൊ ഇതില് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ സ്റ്റഡി മൊത്തം അവർ സ്ക്രാപ്പ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ഈ വാലിന്റെ അറ്റത്തും മറ്റേ റോട്ടർ കറങ്ങുന്നിടത്തും കോക്പിറ്റിന്റെ അവിടെയൊക്കെ സ്ട്രോങ് ആക്കാനുള്ള ഇനിഷ്യേറ്റീവ് ആണ് ആ ആർമി അന്ന് ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് പല ഡാറ്റകളും വരും, അതിൽ നിന്നും ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത് ഡാറ്റ സയന്റിസ്റ്റിന്റെ ഒരു റോളായിട്ട് വരുന്നതാണ്. സോ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം, നമ്മള് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡിലായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് സ്ട്രാറ്റജിക്സ് വേണം, അത് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി വരും. കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ പ്രോസസ് ചെയ്യാനും ഡാറ്റ ക്ലീനിങ്ങും മാനിപ്പുലേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് സ്കിൽസ്, പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒക്കെ വേണം. ദെൻ ഡൊമൈൻ നോളജ് ടു അണ്ടർസ്റ്റാൻഡ് സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഓഫ് ഡാറ്റ. ഈ ഡാറ്റ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ബിസിനസ് സ്കില്ലും അല്ലെങ്കിൽ ഡൊമൈൻ നോളജും ഇത്ര വേണം. സോ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ബിസിനസ് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഡാറ്റ സയൻസിന്റെ പാർട്ടാണ്. സോ ഇതില് മെയിൻ ആയിട്ട് പറയുന്നത് ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്തതിനു ശേഷം ഇത് റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനോ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ചലഞ്ച്. നിങ്ങൾക്കറിയാം, ബാങ്കിൽ ഇപ്പൊ ഒരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ തന്നെ പറയും നിങ്ങൾക്ക് ലോൺ എലിജിബിൾ ആണോ അല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരെ ലോൺ എലിജിബിൾ ആണ് എന്നുള്ളത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബയാസ് അവിടെ അവോയ്ഡ് ചെയ്യാണ്. ചിലപ്പോൾ നമ്മുടെ പേഴ്സണലി അറിയുന്ന ഒരു ആളാണ് മാനേജർ എങ്കിൽ നിങ്ങൾക്ക് ബയാസ് ചെയ്ത് കൂടുതൽ ലോൺ എമൗണ്ട് കൊടുക്കാനുള്ള റിസ്ക് ബാങ്കിനുണ്ടാവും. ബട്ട് അവിടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബയാസ് ഇല്ലാത്ത രീതിയിൽ ഡിസിഷൻസ് ഉണ്ടാവാം. നോർമലി ഇപ്പൊ എല്ലാ കമ്പനീസും ചെയ്യുന്നത് ഹ്യൂമൻ ഡിസിഷൻസ് എറർ വരാം അല്ലെങ്കിൽ അത് ബയാസ്ഡ് ആവാം എന്നുള്ള കൺസെപ്റ്റോട് കൂടി എൻട്രിയിലുള്ള പല ഡിസിഷൻ മേക്കിങ്ങും ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് ജോബ്സ് വഴി ഓട്ടോമേറ്റ് ചെയ്യുക. സോ എങ്ങനെയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഡാറ്റ സയൻസിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ഇതൊക്കെ ബേസിക്സ് ആണ്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരോട് പറയുന്ന ഒരു സംഭവമാണ്. സോ നമ്മൾ കോമൺലി പറയുകയാണെങ്കിൽ ഡാറ്റ ഉണ്ട്, ഡാറ്റ സോർട്ട് ഔട്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, വിഷ്വലി റെപ്രസെന്റ് ചെയ്യുക, ദെൻ വി ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് എ സ്റ്റോറി എന്നുള്ള രീതിയിലായിരിക്കണം പോകേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി സ്റ്റാർട്ടിംഗ് ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്രോബ്ലം തരും. നിങ്ങൾ റിയൽ ആയിട്ട് ഒരു കമ്പനിയിൽ പോകുമ്പോൾ ഒരു ഡൊമൈൻ ഉള്ള ഒരു ബിസിനസ് പ്രോബ്ലം എന്താണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സെയിൽസ് കുറവാണ്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഞങ്ങൾക്ക് സെയിൽസ് കുറവാണ്, സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ചോദിക്കും. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയെ കളക്ട് ചെയ്യാം. ചിലപ്പോൾ ഡാറ്റ സെറ്റുകൾ കമ്പനി ഡാറ്റ സെറ്റ് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്ന് വെബ് സ്ക്രാപ്പ് ചെയ്തിട്ടും ഒക്കെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സർവേസോ അങ്ങനെയൊക്കെയുള്ള ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ഡാറ്റ കളക്ട് ചെയ്തു, ദെൻ ഡാറ്റ റാങ്കിളിങ് ക്ലീനിങ് പ്രോസസ്, അതായത് ഡാറ്റയിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടാവാം, മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൽ ചില ഇൻഫർമേഷൻ ബ്ലാങ്ക് ആയിരിക്കും, ചില കോളംസിൽ ഡാറ്റ ഉണ്ടാവില്ല, ചില കോളത്തിലെ ടൈപ്പിംഗ് എറേഴ്സ് ഉണ്ടാവാം. സോ ഇതെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രോസസ്സ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ഈ എക്സ്പ്ലോറേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയും. എന്തൊക്കെയാണ് ഡാറ്റയിലുള്ള ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ, മോഡ്, മീഡിയൻ ഒക്കെ ചെയ്ത് ഡാറ്റനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കും. ദെൻ ബേസ്ഡ് ഓൺ ഡാറ്റയും അതിന്റെ ബിസിനസ് പ്രോബ്ലം വെച്ചിട്ട് നമ്മളൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് മോഡൽസുകൾ ഇംപ്ലിമെന്റ് ചെയ്യും. ദെൻ ഫൈനലി ഈ ഒരു ഡാറ്റയെ പ്രഡിക്ഷൻ മോഡലിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ വിഷ്വലൈസേഷൻ മോഡൽസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോർമലി ഒരു ഡാറ്റ സയൻസ് പ്രോജക്റ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. സോ ഞാൻ വളരെ തുടക്കക്കാരാണ് എങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡാറ്റ സയൻസിന്റെ വർക്ക് ഫ്ലോ കാണിക്കാനുള്ള ബേസിക് സിമ്പിൾ ആണ്, എക്സാമ്പിൾ ആണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന് 5 സ്റ്റെപ്സ് ആണ് നമ്മൾ നോർമലി പറയുന്നത്. ഒന്ന് സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ, ഗെറ്റ് ഗ്ലീൻ ഡാറ്റ, പെർഫോം EDA, അപ്ലൈ ടെക്നിക്സ് ആൻഡ് ഷെയർ ഇൻസൈറ്റ്. ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. സോ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്
ഒരു സ്റ്റുഡന്റ് ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ കോളേജിലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ കോളേജ് ഞാൻ കൂടുതൽ ടൈം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഗ്രേഡ് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആണ്. സോ അത് നമുക്ക് പറയാവുന്നതാണെങ്കിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടും അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ഗ്രേഡ് കിട്ടും എന്ന് പറയാം. പക്ഷെ അതിനെ ഒരു അനലിറ്റിക്കൽ വ്യൂ പോയിന്റിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. സോ അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പൊ ഡാറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിന്റെ പേരും അവർ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്, അവർക്ക് എന്ത് ഗ്രേഡ് കിട്ടി എന്നുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്യാം. സോ ഡാറ്റ ക്ലീനിങ് എന്തുകൊണ്ടാണ് വേണ്ടതെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈവ് എന്നുള്ള ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഈവ് അവർ സ്റ്റഡീഡ് എന്നുള്ളത് 2 എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് ആൽഫബറ്റിൽ ആണ് എഴുതിയിട്ടുള്ളത്. ഗ്രേഡ്സ് ആണെങ്കിൽ ടോട്ടൽ ഗ്രേഡ് എന്ന് പറയുന്നത് 998 എന്നുള്ള ഒരു വാല്യൂ ആണ്. ഇത് ടോട്ടൽ 100 ആണ്, അതിൽ കൂടുതലുള്ള വാല്യൂസ് ആണ്. ഇതൊക്കെ ഡാറ്റയിലുള്ള മിസ്റ്റേക്സുകൾ, എറേഴ്സ് ആണ്. സോ ഈ സമയത്ത് ഡാറ്റ ക്ലീനിങ് എന്നുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. ഡാറ്റനെ ക്ലീൻ ചെയ്യുന്നു. ദെൻ ഡാറ്റയെ നമ്മൾ വിഷ്വലൈസ് ചെയ്തു, പ്ലോട്ട് ചെയ്തു, ഒരു ഗ്രാഫ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്തു. ഓരോ ഡാറ്റ പോയിന്റും എത്ര മണിക്കൂർ പഠിച്ചു, അവർക്ക് എന്ത് ഗ്രേഡ് കിട്ടി എന്നുള്ളത് ഒരു പ്ലോട്ട് ചെയ്തു. സോ ഇത് എക്സ്പെക്റ്റീവ് ഡാറ്റ അനാലിസിസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാം. ദെൻ നമുക്ക് അതിൽ എന്ത് ചെയ്തു, നമുക്കൊരു ഇത് കിട്ടി. ഇതൊരു ട്രെൻഡിങ് ഇൻക്രീസിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. കൂടുതൽ മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. സോ നമുക്ക് അവിടെ ഒരു ലൈൻ ഫിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ഫിറ്റ് ചെയ്ത് നോക്കി. ബേസിക് ലീനിയർ റിഗ്രഷൻ വെച്ചിട്ട് ജനറൽ ലൈൻ ഫിറ്റ് ചെയ്യാം. ലൈനിന്റെ ഇക്വേഷൻ മാത്തമാറ്റിക് y = ax + b എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ലൈൻ ഇക്വേഷൻ വെച്ച് ലൈൻ ഫിറ്റ് ചെയ്യുമ്പോൾ y എന്നുള്ളത് നമ്മുടെ ഗ്രേഡ് ആണ്, x എന്നുള്ളത് അവേഴ്സ് ആണ്. അപ്പോൾ y = ax + b എന്നുള്ള രീതിയിൽ ഗ്രേഡ് = 1.5 into hours + 65 എന്നുള്ളത്. അതായത് നിങ്ങൾ എങ്ങനെ പഠിച്ചാലും 65 മാർക്ക് കിട്ടും. പ്ലസ് നിങ്ങൾ അഡീഷണലി പഠിക്കുന്ന ഓരോ അവേഴ്സിനും 1.5 ഗ്രേഡ് അവിടെ അല്ലെങ്കിൽ മാർക്ക് അവിടെ കൂടും എന്നുള്ള ഒരു ഇൻസൈറ്റ് ഈ ലീനിയർ റിഗ്രഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്തു, നിങ്ങൾ 10 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 × 1.5 എന്ന് പറയുന്നത് 15, ഏകദേശം 80 ഗ്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ ഒരു പ്രഡിക്ഷൻസ് പോസിബിൾ ആണ്. സോ ഇതാണ് ഒരു ഡാറ്റ സയൻസ് പ്രൊജക്ടിന്റെ സിമ്പിൾ, വളരെ സിമ്പിൾ, ഏറ്റവും ബേസിക് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ഞാൻ നോർമലി സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് വളരെ ബേസിക് ഒരു എക്സാമ്പിൾസ് പറഞ്ഞത്. സോ ഇനി ഡാറ്റ സയൻസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഡാറ്റ സയൻസ് കരിയറിലോട്ടാണ്. ഒരു ഡാറ്റ സയൻസ് കരിയറിൽ ഈ പറഞ്ഞ പോലെ ഡാറ്റ സയന്റിസ്റ്റിന് ഈ പറഞ്ഞ A to Z റോൾസുകൾ നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് പ്രോബ്ലംസ് വരുന്നുണ്ട്, ഡാറ്റ അക്വിസിഷൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ ക്ലീനിങ്, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസ് ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം ഡാറ്റ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാം, ഡാറ്റ വിഷ്വലൈസേഷൻ ജനറേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ ഇതെല്ലാം പ്രോസസ്സുകളും ഒരു ഡാറ്റ സയന്റിസ്റ്റിന് അറിയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാറ്റ സയൻസ് പഠിക്കുന്ന ആൾക്കാർ ഇതിലേതെങ്കിലും ഒരു സ്റ്റേജ്, മെഷീൻ ലേണിംഗ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആവാൻ പറ്റില്ല. A to Z അല്ലെങ്കിൽ നിങ്ങൾക്ക് പലരും ഞാൻ പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആവില്ല. അതൊരു ഡാറ്റ എഞ്ചിനീയറിംഗിന്റെ ജോബ് പ്രൊഫൈലിലാണ് വരുന്നത്. ഡാറ്റ സയന്റിസ്റ്റ് ആവണമെങ്കിൽ മോഡൽസുകളും ഡാറ്റ ക്ലീനിങ്ങും ഡാറ്റ അക്വിസിഷൻസ് പോലെയുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്യേണ്ടി വരും. സോ നോർമലി എന്താണ് ഇൻഡസ്ട്രിയിലുള്ള ജോബ് റോൾസ് എന്നുള്ളത് പറയാം. ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് ജോബ് റോൾസ് ഉണ്ട്, ബിസിനസ് അനലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ വിഷ്വലൈസേഷൻ എക്സ്പെർട്ട്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനലിസ്റ്റ് ഒക്കെ പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനലിസ്റ്റ്, ഡാറ്റ ആർട്ടിസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കരിയറാണ് ഡാറ്റ ആർട്ടിസ്റ്റ് എന്നുള്ളതും. ഡാറ്റ ജേർണലിസം അല്ലെങ്കിൽ പത്രം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ മീഡിയസിലാണ് മെയിനായിട്ട് ഡാറ്റ ആർട്ടിസ്റ്റ് എന്നുള്ള ജോബ് വരുന്നത്. ഡാറ്റ വെച്ച് ബ്യൂട്ടിഫുൾ വിഷ്വലൈസേഷൻ കാര്യങ്ങൾ ഉണ്ടാക്കുക. BI അനലിസ്റ്റ്, ക്ലൗഡ് എഞ്ചിനീയർ, ബിഗ് ഡാറ്റ അനലിസ്റ്റ്. ബിഗ് ഡാറ്റയൊക്കെ ഒത്തിരി കൂടി ഇപ്പോൾ ഡൗൺ ആയി, ട്രെൻഡ് കുറച്ചു കാലം മുമ്പ് ഭയങ്കര ഹൈ ആയിട്ടുണ്ടോ, ഇപ്പൊ കുറച്ചും കൂടി ബിഗ് ഡാറ്റകൾ ട്രെൻഡുകൾ കുറയുകയും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് പോലെയുള്ള സ്റ്റോറേജ് റോൾസുകൾ കുറച്ചും കൂടി ഇംപ്രൂവൈസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പിന്നെ AML എഞ്ചിനീയേഴ്സ്, NLP എഞ്ചിനീയേഴ്സ്. സോ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, വൺ ഓഫ് ദ ടെക്സ്റ്റ്, മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്നതൊക്കെ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഏരിയാസ് ആണ്. പക്ഷെ നിങ്ങൾ അതൊരു സ്പെസിഫിക് ഡൊമൈൻ ആയിട്ട് പഠിച്ച് അതിലുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള മെഷീൻ ലേണിംഗ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും.
സോ ഡാറ്റ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഇത് മനോരമയിലെ ഒരു വിഷ്വലൈസേഷൻ ആണ്. സോ മനോരമ പോലെയുള്ള പത്രങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പത്രങ്ങളിലോ ഉള്ള ഡാറ്റ ആർട്ടിസ്റ്റ് റോളുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ ഈ റോളുകൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ പലപ്പോഴും യൂസ് ചെയ്യുന്നത് ഹൗ ടു ലൈവ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു നുണകൾ പറയാൻ അല്ലെങ്കിൽ ഹൗ ടു ലൈവ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഡാരൻ ഹഫിന്റെ ഈ ഒരു ടെസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കുറെ അധികം കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ നേരത്തെ ഇമേജ് കൊടുത്ത പോലെ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ്സുകൾ വരെ ജനറേറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഒരു ബിസിനസ് ഡിസിഷൻ അല്ലെങ്കിൽ വിസ്ഡം കിട്ടുക എന്നുള്ളത് കുറച്ചും കൂടി ഇൻഡിവിജ്വൽ സ്കിൽസ് ആണ്. ബട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഡാറ്റയിൽ നിന്നും ഒരു കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ്സ് വരുന്ന ഒരു കാര്യം. സോ ഇത് ജനറലി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറഞ്ഞതാണ്. പല ഡാറ്റകളും ഹൗ ടു ലൈവ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് എസെൻഷ്യൽ സ്കിൽസ് എന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് സെക്ഷൻസ് നമുക്ക് ഫോർവേഡ് ചെയ്യാം. ഈ ഡാറ്റ സയന്റിസ്റ്റ് ആവാൻ വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫൗണ്ടേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്. ബിസിനസ് ഡൊമൈനിൽ ആ കോണ്ടെക്സ്റ്റ് അനലൈസ് ചെയ്യാനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻസ് വേണം. അത്യാവശ്യം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കിൽസുകൾ, ആ ഡൊമൈനെ കുറിച്ചുള്ള നോളജുകൾ എപ്പോഴും നല്ലതാണ്. ദെൻ സ്ട്രോങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സോ ഇത് രണ്ടും ആണ് മസ്റ്റ് ആയിട്ട് വേണ്ടത്. ആ ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ സ്കിൽസുകൾ നമുക്ക് ഇപ്പോൾ നിങ്ങളൊരു മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വരുന്ന ഒരാളാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ സ്കിൽസ് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടേഷൻ സ്കിൽസിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാറ്റിക് ആൻഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ദെൻ സ്ട്രോങ് കമ്പ്യൂട്ടേഷൻ സ്കിൽസ്. ഞാൻ കമ്പ്യൂട്ടർ സ്കിൽസ് എന്നല്ല പറയുന്നത്, കമ്പ്യൂട്ടേഷൻ സ്കിൽസ് ആണ് വേണ്ടത്. സോ ഇങ്ങനെ പൈത്തൺ മറ്റ് ടൂളുകളൊക്കെ ഉപയോഗിച്ച് പ്രോബ്ലം ഡാറ്റ അനലൈസ് ചെയ്യാനും കോഡിംഗ് സ്കിൽസുകളും ഒക്കെ ഇതിൽ വരുന്നതാണ്. ബട്ട് കോഡിംഗ് എന്നുള്ളത് ഇപ്പോൾ ChatGPT പോലെയുള്ള ടൂളുകൾ വന്നതോടെ ഇത്തിരി കൂടി ഈസിയാണ്. നിങ്ങൾക്ക് അതിനെ എപ്പോഴും മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അറിഞ്ഞാൽ അത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത് എല്ലായിടത്തും വരുന്ന ഒരു കാര്യമാണ്. സോ എന്തുകൊണ്ടാണ് ഈ സ്കിൽസും എന്തുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസും എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ക്ലാരിറ്റി കിട്ടും. എന്തൊക്കെയാണ് പ്രോഗ്രാമിംഗ് സ്കിൽസ്, മാത്സ്, സ്റ്റാറ്റിക്സ് എവിടെ വരുന്നു, ഡൊമൈൻ നോളജ് എന്തുകൊണ്ട് വരുന്നു, കമ്മ്യൂണിക്കേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ എന്തുകൊണ്ടാണ്. സോ അവിടെ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു ഡാറ്റ വെച്ചിട്ട് ഡാറ്റ ഇൻസൈറ്റ്സ് സ്റ്റോറി ആക്കാനുള്ള സ്കിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. സോ സ്കിൽസ് സെറ്റിൽ ജനറലി ഞാൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഡാറ്റ എക്സ്ട്രാക്ഷൻ പ്രോസസിംഗ്, EDA സ്കിൽസുകൾ, ഡാറ്റ എക്സ്പ്ലോറേഷൻ സ്കില്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ, ക്ലൗഡ്, ഡാറ്റ വിഷ്വലൈസേഷൻ. ഞാൻ ക്ലൗഡ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്കില്ലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഗൂഗിൾ ക്ലൗഡ് അല്ലെങ്കിൽ AWS പോലെയുള്ള കാര്യങ്ങൾ ഇത്തിരി ഡിമാൻഡഡ് ആണ്. ഡാറ്റ എഞ്ചിനീയറിംഗിലാണ് അത് വരുന്നതെങ്കിൽ കൂടി ഡാറ്റ സയന്റിസ്റ്റ് റോളുകളിലേക്ക് പോകുന്നവർക്ക് ആ ഡൊമൈനിൽ ഒരു സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ കോഴ്സ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. സോ പ്രോഗ്രാമിംഗ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഞാൻ റെഫർ ചെയ്യുന്ന CS50 ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാത്ത അല്ലെങ്കിൽ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കമ്പൽസറി ആ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസിന്റെ A to Z ആസ്പെക്ട്സ് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടും. ദെൻ പ്രോഗ്രാമിംഗിൽ പൈത്തൺ, R പോലെയുള്ള ലാംഗ്വേജുകളാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ബാക്കി ലാംഗ്വേജസിനൊന്നും അത്ര ഫോക്കസ് ചെയ്തില്ലെങ്കിലും പൈത്തൺ, R എന്തായാലും കമ്പൽസറി അറിയേണ്ടതാണ്. മാത്സിൽ ബേസിക് ലീനിയർ ആൽജിബ്ര, കാൽക്കുലസ് സ്കില്ലുകൾ മതി. പിന്നെ നമ്മൾ ഏത് ഡൊമൈനിലാണ് നമ്മുടെ വർക്കിന് അനുസരിച്ച് സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതി. സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിക് സ്കിൽസുകൾ, മീൻ മോഡ്, കോറിലേഷൻ, പ്രോബബിലിറ്റി റിഗ്രഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പോലെയുള്ള ബേസിക് സ്റ്റാറ്റിസ്റ്റിക് സ്കില്ലുകൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനൊക്കെ ഓൺലൈൻ കോഴ്സുകൾ പഠിച്ച് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ദെൻ ഉള്ളത് ഡാറ്റ വിഷ്വലൈസേഷൻ സ്കിൽസ് ആണ്. ഏറ്റവും മസ്റ്റ് ഞാൻ പറയുന്നത് എക്സൽ തന്നെയാണ്. എക്സൽ ഏറ്റവും നന്നായിട്ട് ഒരു ഡാറ്റ സയന്റിസ്റ്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എക്സൽ ആണ്. എക്സൽ തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇത്തിരി കൂടി ഡാറ്റ വിഷ്വലൈസേഷൻ ഒക്കെ ബേസിക്കലി എക്സൽ നന്നായിട്ട് അറിയണം. ദെൻ നമുക്ക് പവർ BI, ടാബ്ലോ പോലെയുള്ള ടൂളുകൾ പഠിച്ചു വെക്കുന്നത് അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ
പൈത്തൺ പ്രോഗ്രാമേഴ്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആർ പ്രോഗ്രാമേഴ്സ് ഒക്കെ ആണെങ്കിൽ മാറ്റ്പ്ലോട്ലിബ് അല്ലെങ്കിൽ സീബോൺ, ggplot ഒക്കെ പോലെയുള്ള ഡാറ്റ വിഷ്വലൈസേഷൻ പാക്കേജുകൾ ഒന്ന് നോക്കി വെക്കുന്നത് കുറച്ചും കൂടി നിങ്ങളുടെ ഡാറ്റയിൽ നിന്നും ബെറ്റർ നല്ല വിഷ്വലൈസേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മെഷീൻ ലേണിംഗ് സ്കിൽസ് ഞാനിപ്പോ പറയാത്ത ഒരു കാര്യമാണ്. കാരണം മെഷീൻ ലേണിംഗ് അത്രയധികം പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് ഒക്കെ ഡൊമൈനിലോട്ട് LLM വരുന്നുണ്ട്. അപ്പൊ ഇതില് കോമൺലി എപ്പോഴും ബേസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഡീപ് ലേണിംഗ്, ഈ 5 കാര്യങ്ങളിലും നിങ്ങളുടെ ബേസിക്സ് ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് തരാം. സോ ഇത്രയൊക്കെയാണ് ജനറലി ഒരു ഇതിലേക്ക് വേണ്ട സ്കിൽസുകൾ. ഇനി ലോഞ്ചിങ് ഡാറ്റ സയൻസ് ചെയ്യണേ, ഇപ്പൊ എന്നോട് കൂടുതലും എപ്പോഴും എൻക്വയറീസ് വരുന്നത് വെച്ചാൽ ഞാനിപ്പോ വേറൊരു ഡൊമൈനിലാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഡെവലപ്പറാണ്, വെബ് ഡെവലപ്പറാണ്, എനിക്ക് ഡാറ്റ സയന്റിസ്റ്റ് ആവണം എന്നുള്ള രീതിയിലേക്ക് പലരും വിളിക്കാറുണ്ട്, മെന്റർ ചെയ്യാറുണ്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, പേഴ്സണലി വാട്സപ്പ് ചെയ്യാറുണ്ട്. സോ ഞാൻ അവരോടെല്ലാം പറയുന്നത് ഏത് കോഴ്സ് പഠിക്കണം. എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കോഴ്സ് പഠിച്ചാൽ നന്നാവോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അതിൽ പറയാനുള്ള ഒരു കാര്യം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഓഫ് ഫാക്ട്സ് മാത്രമല്ല. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഒരു 6 മാസം പഠിച്ചുകൊണ്ട് ഒരിക്കലും ഡാറ്റ സയന്റിസ്റ്റ് ആവില്ല. അവിടെ നിങ്ങൾക്ക് വേണ്ടത് ട്രെയിൻ യുവർ മൈൻഡ് ടു തിങ്ക്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഒരു ഡാറ്റ സയന്റിസ്റ്റിന് വേണ്ടത്, ഒരു മെയിൻ സ്കില്ല്. അപ്പൊ നിങ്ങൾ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കോഡോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ആ കോഡ് കോപ്പി ചെയ്ത് റൺ ചെയ്തിട്ട് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എടുത്ത് അതിൽ നമ്മൾ അനലൈസ് ചെയ്ത് മൈൻഡിനെ തിങ്ക് ചെയ്യാൻ ട്രെയിൻ ചെയ്യുക. അതാണ് ഇങ്ങനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യണം, ഇന്നൊരു പ്രോബ്ലം വന്നാൽ ഏത് മെഷീൻ ലേണിംഗ് ഞാൻ യൂസ് ചെയ്യണം, ഇത് എങ്ങനെ യൂസ് ചെയ്യാം. കോഡ് എഴുതാൻ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് GPT, കോപ്പൈലറ്റ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്, ആ ഒരു സ്റ്റെപ്സ് ഒക്കെ കാര്യം, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആണ് വേണ്ടത്. എനിവേ ഞാൻ ജനറലി പറയാം 4 പോയിന്റ്സ് ആണ്. എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് പ്രൊജക്ട് പോർട്ട്ഫോളിയോ ആണ് വേണ്ടത് ഒരു എൻട്രി ലെവൽ ജോബിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് പഠിക്കുക എന്നുള്ളതാണ്. മിക്ക പ്രോഗ്രാമിംഗ് പഠിക്കാത്ത ഒരാളാണെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ്, ആർ പ്രോഗ്രാമിംഗ് പഠിക്കുക. ദെൻ സ്റ്റാറ്റ്, മാത്സ്, SQL, ADL, ഇത് ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നു. ദെൻ ഇതിന് ശേഷമാണ് ഡൊമൈൻ നോളജ്. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ ഏത് ഏരിയയിലോട്ടാണ്. ഇപ്പം GISലോട്ട് പോകുന്നവരുണ്ടാവാം, ഫിനാൻഷ്യൽ ഡാറ്റയിലോട്ട് പോകുന്നവരുണ്ടാവും, പല ഡിഫറെന്റ് ഡാറ്റ, വീഡിയോ അനലിറ്റിക്സിലോട്ട് പോകുന്നവരുണ്ടാവും. ഏറ്റവും കൂടുതൽ ട്രെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വീഡിയോ അനലിറ്റിക്സ്, കമ്പ്യൂട്ടർ വിഷൻ പോലെയുള്ള കാര്യങ്ങൾ. സോ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എടുക്കുക. ആ സ്പെഷ്യലൈസേഷനുള്ള പ്രൊജക്ട് പോർട്ട്ഫോളിയോസ്, അതിലുള്ള 1-2 പ്രൊജക്ട്സുകൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സിമിലർ ആയിട്ട് കാഗൽ കോമ്പറ്റീഷൻ, ഹാക്കത്തോൺസിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസ് ലെവൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ്സുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡാറ്റ സയൻസ് എൻട്രി ലെവലിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻട്രി ലെവലിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഹൈ കോമ്പറ്റീഷൻസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഹയർ സ്കിൽസ് ഉണ്ടായി നിങ്ങളുടെ സ്കിൽസ് അത് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും റെസ്യൂമിൽ കാണിക്കാവുന്ന സ്കിൽസും അത്രയും റെസ്യൂമെ എൻറിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പലപ്പോഴും ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഡാറ്റ സയൻസ് പഠിക്കാൻ ഞാൻ ജനറലി ഒരു കോഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. അതായത് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊന്നും ഞാൻ ജനറലി റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ പഠിക്കാം. ഓൺലൈൻ പഠിക്കാനാണെങ്കിൽ കോഴ്സെറ, എഡ്യൂഎക്സ്, NPTEL പ്ലാറ്റ്ഫോംസിൽ ഓൺലൈൻ കോഴ്സുകളുണ്ട്, അവിടെ പഠിക്കാവുന്നതാണ്. പിന്നെ IIT മദ്രാസിന്റെ BSc ഡാറ്റ സയൻസ് ഡിഗ്രി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്ന സംഭവമാണ്. അത് നല്ല ഫീസ് 1 lakhനടുത്ത് ഫീസ് ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ്. അത് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ പലപ്പോഴും MSc ഡാറ്റ സയൻസ് പഠിക്കുന്ന കുട്ടികളോട് BSc ഡാറ്റ സയൻസിന്റെ ഈ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറയാറുണ്ട്. അത് കൂടുതൽ അവർക്ക് കുറച്ചും കൂടി എക്സ്പോഷർ ഒക്കെ കിട്ടാനുള്ളതാണ്. പിന്നെ കോളേജസ് പറയുകയാണെങ്കിൽ ടോപ്പ് കോളേജസിലേക്ക് പോവുക, പ്ലേസ്മെന്റ് ഓറിയന്റഡും നല്ല ഫാക്കൽറ്റീസ് ഉള്ള കോളേജസ്, IITs, IIT, പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള കോഴ്സുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഡിപ്പെൻസ് upon ഫാക്കൽറ്റി മറ്റു കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. സോ ഡാറ്റ സയൻസ് കോഴ്സുകളെ കുറിച്ച് ഇതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് എങ്ങനെ ഫ്രീ ആയിട്ട് പഠിക്കാം.
സോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സെൽഫ് സ്റ്റഡി, നിങ്ങൾക്ക് ഒരു ലേണിംഗ് പാത്ത്, നിങ്ങൾ പല ലേണിംഗ് പാത്ത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡി പഠിക്കാം. പിന്നെ ബുക്സ് വായിക്കുക എന്നുള്ള കമ്പൽസറി ആണ്. റീഡിംഗ് ഹാബിറ്റ്സ് വേണം. കേസ് സ്റ്റഡീസ് കുറേ അധികം വായിക്കണം. എന്നാൽ മാത്രമേ ഇതിൽ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. റിസർച്ച് പേപ്പേഴ്സ് വായിക്കാം, സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾസ്. റിസർച്ച് പേപ്പർ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ആദ്യം നോവൽ ബുക്സുകളും മറ്റും കാര്യം ചെയ്യാം. യൂട്യൂബ് വീഡിയോസ്, കോഴ്സസ്, യൂട്യൂബ് ചാനൽസ് കുറെ അവൈലബിൾ ആണ്, അത് ഫോളോ അപ്പ് ചെയ്യാം. ദെൻ ഓട്ടോമേറ്റ് ബോറിംഗ് സ്റ്റെപ്സ് വിത്ത് പൈത്തൺ. ഞാൻ നോർമലി ഒരു IT-യിലല്ലാതെ ഒരു പ്രോഗ്രാമിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അയാളുടെ ഡെയിലി ടാസ്കിലുള്ള കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റ് ബോറിംഗ് സ്റ്റെപ്സ് വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ഏരിയയിലിട്ട് കൊണ്ടുവരാൻ പറ്റും. ദെൻ ലാസ്റ്റ് കമ്മ്യൂണിറ്റീസ് നെറ്റ്വർക്ക്, നമ്മുടെ മറ്റേ പ്രോഗ്രാമേഴ്സ് പോലെയുള്ള കമ്മ്യൂണിറ്റീസ് യൂസ് ചെയ്യുക. അതിന് പല മെന്റേഴ്സും അവൈലബിൾ ഉണ്ട്. അതിൽ പോവുക, ഹാക്കത്തോൺ കമ്പനി അതൊക്കെ അറ്റൻഡ് ചെയ്യുക. സോ ഡാറ്റ സയൻസിസ്റ്റ് ജേണിയാണ്, ഒരു ഡെസ്റ്റിനേഷൻ അല്ല. ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള ജോബ് ഒരു ഡെസ്റ്റിനേറ്റി ആയിട്ട് നിങ്ങൾ നോക്കരുത്, ഒരു ജേണിയാണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. സോ കീപ് പ്രാക്ടീസിങ്, അതായത് നിങ്ങൾ പുതിയ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. പുതിയ ചേഞ്ചസ് വരുന്നുണ്ട്, AI വരുന്നുണ്ട്, AI വരുന്നുണ്ട്, ഡെയിലി പുതിയ AI ടൂളുകളും മറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഓൺലൈൻ റിസോഴ്സസ് മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ മിസ്റ്റേക്സ് ലാസ്റ്റ് സെക്ഷനിലേക്ക് കൊണ്ടുപോകണം. കരിയർ ഇപ്പൊ പലരും ഡാറ്റ സയന്റിസ്റ്റോട്ട് മാറണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സുകളും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ എന്താണ് മിസ്റ്റേക്ക് കോമൺലി വരുന്നത്? ഒന്ന് ഗ്രോത്ത്, ഭയങ്കര സാലറി ആണ്, ബസ് AI ഭയങ്കര ഡാറ്റ സയൻസ് ഭയങ്കര ബസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സയൻസിലോട്ട് വരാതിരിക്കുക. വൈ യു നീഡ് ഇറ്റ്, എന്തുകൊണ്ട് എനിക്ക് പറ്റും, എനിക്ക് മാത്സ് പറ്റുമോ, ചാറ്റ് പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരു അനലിസ്റ്റ് വ്യൂ പോയിന്റ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം ഇതിലോട്ട് എടുത്ത് ചാടുക. സെക്കൻഡ് തിങ്, അവോയ്ഡ് ഡാറ്റ ഫസ്റ്റ് മൈൻഡ് സെറ്റ്. ഇപ്പൊ പലരും ഞാൻ കാണുമ്പോൾ ഡാറ്റ സെറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ സാറേ ഇതിന്റെ ഡാറ്റ സെറ്റ് എന്താണ് എന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് ഡാറ്റ സയൻസ്, ഡാറ്റേനെയല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഡിസൈൻ തിങ്കിങ് ആണ്. ഡാറ്റേന്റെ ഒരു പാർട്ട് മാത്രമാണ്, ബാക്കിയുള്ള പ്രോസസ്സുകളും കാര്യങ്ങളും നിങ്ങൾ ഡിസൈൻ തിങ്കിങ് എന്നുള്ള രീതിയിൽ വേണം. പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്താലും റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം. സോ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്തു, നിങ്ങളത് ഗിറ്റ്ഹബിൽ വേണ്ടി വരും, നിങ്ങളത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരും, ഞാൻ ഹയർ ഡെവലപ്ഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ. സോ എപ്പോഴും നമ്മുടെ ഒരു റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ദെൻ കാഗിൾ എക്സ്പീരിയൻസ്. ഞാൻ കാഗിളിൽ നല്ല ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് അല്ല, ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് പ്രൊജക്റ്റും ഇന്റേൺഷിപ്പും ചെയ്താൽ മാത്രമേ അടുത്ത ലെവലിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുകയുള്ളൂ. കോഡിംഗ് ഇൻ 1 ലാംഗ്വേജ്, എനിക്ക് പൈത്തൺ അറിയാം, സോ അതൊരു ഇതല്ല. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഫെമിലിയർ ആയിരിക്കണം, മൾട്ടിപ്പിൾ ടൂൾസ് അറിഞ്ഞിരിക്കണം, ഇൻഡെപ്ത് അറിയാൻ പറ്റണം. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡിപ്ലോയ്മെന്റ് സ്കിൽസും കൂടി മാറ്റർ ആണ്. ഡാറ്റ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിൽ ഡിഫറെന്റ് APIs സെറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള ഇൻഡെപ്ത് ഡിപ്ലോയ്മെന്റ് സ്കിൽസും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോ ഭയങ്കര ചലഞ്ചാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള ഒരു എൻട്രി ലെവൽ ജോബ് കിട്ടാൻ ഹൈലി കോമ്പറ്റീഷൻ ആണ്. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്. കേരളത്തിലുള്ള ഇതുണ്ട്. IIT മദ്രാസിൽ 1 ലക്ഷം പേരാണ് ഒരു പാസ് ഔട്ട് ആയിട്ട് ഡാറ്റ സയൻസ് പാസ് ഔട്ട് ആയിട്ട് വരുന്നത്. സോ ഇപ്പൊ ഹൈലി കോമ്പറ്റീഷൻ ആ ഫീൽഡിലുണ്ട്. പക്ഷെ അത്രയും കമ്പനികളുടെ ഓപ്പണിങ്സ് ഉണ്ട്, ഹൈ പേയിങ് സാലറീസ് ഡാറ്റ സയൻസിന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഫൈനലി വരുന്നത്. ഒന്ന്, ബിൽഡ് യുവർ പ്രൊഫൈൽ. സോ നമ്മുടെ പ്രൊഫൈല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് തിങ്, ഫൈൻഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താണ് പാഷൻ? നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജി ആണോ, നിങ്ങൾക്ക് സ്പോർട്സ് ആണോ, എന്താണ് നിങ്ങളുടെ പാഷൻ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഫൈൻഡ് യുവർ സെൽഫ്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്. ഇപ്പോൾ എന്താണ് ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് എങ്ങനെയാണ്, ജോബ് അനാലിസിസുകളൊക്കെ എങ്ങനെയാണ്. സോ അത് നിങ്ങൾക്ക് ജോബ് സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ കറണ്ട് ഓപ്പണിങ്സ് ഒക്കെ എടുത്ത് നോക്കുക. കമ്പനികളിലെ പ്രൊഡക്റ്റ് ഒക്കെ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ഇൻഡസ്ട്രി ബിസിനസ് മീറ്റപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡ്സുകൾ മനസ്സിലാവും. ദെൻ നിങ്ങളുടെ കരിയർ ചോയ്സ് എന്താണ്? ഫോർ എക്സാമ്പിൾ അതിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അക്കാദമിക് റിസർച്ച് എന്നുള്ള ഡൊമൈനിലോട്ട് പോകാം. അത് വളരെയധികം ഓപ്പണിങ്സ് ഈ ഡാറ്റ അനലിസ്റ്റും ഡാറ്റ സയന്റിസ്റ്റും വരുന്നുണ്ട്. പിന്നെ IT കമ്പനി, ഇൻഫോസിസ് പോലെയുള്ള IT കമ്പനീസിന് പോവാം. തേർഡ് വൺ, സ്റ്റാർട്ടപ്സിലോട്ട് പോവാം. സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത് ചെറിയ കമ്പനീസ് ആയിരിക്കും. നമുക്ക് A to Z റോൾസ് ഉണ്ടെങ്കിലും സ്റ്റാർട്ടപ്സ് എന്നുള്ളത് ഡാറ്റ സയന്റിസ്റ്റുകൾക്ക് വരുന്ന എൻട്രി ലെവൽ ഒരു ഓപ്ഷൻ കൂടിയാണ്, നല്ലൊരു
എപ്പോഴും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നല്ല സ്കില്ലായിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത് മിക്ക എന്താ പറയാ ഫൗണ്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. ദെൻ തേർഡ് വൺ ഫ്രീലാൻസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ എടുത്ത് അപ്വർക്കോ ഫ്രീലാൻസർ പോലെയുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെയുള്ള വർക്കുകൾ എടുത്ത് ഫ്രീലാൻസ് മൂൺ ലൈറ്റിംഗ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ കമ്പനികളിലേക്ക് ഫ്രീലാൻസ് വർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 4 കരിയർ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്. ദെൻ നിങ്ങളുടെ ടൂൾ സെറ്റ് ഡെവലപ്പ് ചെയ്യാം. ടൂൾ സെറ്റ് എന്ന് പറയുന്നത് സ്കിൽസ് ആണ്. എന്തൊക്കെ സ്കിൽസ് ആണ്? ദെൻ ഷോക്കേസ് യുവർ സ്കിൽസ്. സോ എവിടെയൊക്കെയാണ് നമ്മൾ നോർമലി സ്കിൽസ് കാണിക്കുക? ഒന്ന് ലിങ്ക്ഡിന് വേണ്ടിയുള്ള ഒരു പ്ലേസ് ആണ്, സോഷ്യൽ നെറ്റ്വർക്ക് ആണ്. സോ അവിടെ നിങ്ങളുടെ സ്കിൽസുകൾ കാണിക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, കോഴ്സുകൾ, ചെയ്ത പ്രൊജക്ട്സുകൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ദെൻ കാഗിൾ, ഡാറ്റ സയൻസ് എന്നുള്ള കാഗിളിൽ അനലിറ്റിക് വിദ്യ ഇന്ത്യൻ വെർഷൻസ് ഓഫ് ഇതാണ്. സോ ഇതൊക്കെ ഡയറക്ട്ലി എപ്പോഴും മോണിറ്റർ ചെയ്യുക, അതിന്റെ ബ്ലോഗ്സും കാര്യങ്ങളും വായിക്കുക. ഡാറ്റ ക്യാമ്പ്, NPTEL, കോഴ്സറ പോലെയുള്ള സ്ഥലങ്ങൾ. ദെൻ ഗിറ്റ്ഹബിൽ നിങ്ങളുടെ പ്രൊജക്ട്സുകളൊക്കെ എപ്പോഴും ഇത് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ദെൻ നിങ്ങളുടെ സ്കിൽസ്, സോഷ്യൽ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഡാറ്റ സയന്റിസ്റ്റിനെ സംബന്ധിച്ച്. അത്യാവശ്യം മിക്ക സോഷ്യൽ മീഡിയയിലും അത് അവൈലബിൾ ആവുന്നതും നല്ലതാണ്. ഞാൻ കോമൺലി സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം പലപ്പോഴും റെഫറൻസുകളൊക്കെ ഈ ഒരു ഇതിന്റെ രീതിയിൽ തന്നെയാണ് സോഷ്യൽ പ്രസൻസ് വരുന്നത്. ദെൻ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു മെന്റർ, എപ്പോഴും നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചാലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് പഠിച്ചാലും എപ്പോഴും നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവുന്നത് നന്നായിരിക്കും. റൈറ്റ് മെന്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വേണമെന്നില്ല, പുറത്തായാലും ഒരു റൈറ്റ് മെന്ററിനെ ഐഡന്റിഫൈ ചെയ്യുക, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ദെൻ ഫൈൻഡ് പ്രോബ്ലം ടു സോൾവ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ചെയ്തു കുറച്ച് ഒരു ഓൾറെഡി കാഗിളിലോ വെബ്സൈറ്റിലൊക്കെ കിടക്കുന്ന ഒരു പ്രൊജക്ട് എടുത്ത് ചെയ്യുന്നതിന് പകരം റിയൽ പ്രോബ്ലംസിൽ എടുത്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് തിങ്, ഇപ്പൊ ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ എന്റെ അക്കാദമിക് കാര്യങ്ങളും പറയാം. എന്റെ സ്റ്റാർട്ടപ്സിൽ ഞങ്ങൾ ഇന്റേൺഷിപ്പ് പൊസിഷൻസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ഒരു ആയുർവേദ നോർമലി നമുക്കത് വരുന്നത് ടെസ്റ്റ് അനലിറ്റിക്സ് എന്നുള്ള ഒരു ഡൊമൈൻ, അല്ലെങ്കിൽ NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എന്നുള്ള ഒരു ഡൊമൈനിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇന്റേൺഷിപ്സ് വരുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ്, ഞങ്ങളൊരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലും നമ്മൾ ഇന്റേൺഷിപ്പൊക്കെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് മാത്രമാണ്, ജോബ് ഓഫേഴ്സ് ഇപ്പൊ പ്രസന്റ് ഓഫർ ചെയ്യുന്നില്ല. ദെൻ ആസ് എ അക്കാദമിഷ്യൻ ഞാനൊരു PhD ഗൈഡും കൂടിയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഡാറ്റ സയൻസ് പോലെയുള്ള ഡൊമൈൻസിൽ PhD ചെയ്യാൻ വേണ്ടിയിട്ട് PhD ഓപ്പണിങ്സ് ഉണ്ട്. നോർമലി ഫുൾ ടൈം നോക്കുന്നവരെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെയുള്ള പാർട്ട് ടൈം ഉള്ളവരെ ആയാലും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു തിങ്കിങ് പോയിന്റിൽ എനിക്കത് ഓൺലൈനിലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഒന്ന് അതൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ ജനറലി ഒരു ഡാറ്റ സയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ഡാറ്റ സയൻസ്, എന്തുകൊണ്ടാണ് അതിന്റെ ഡാറ്റ സയൻസ് പോപ്പുലർ ആയത്, അതിന്റെ ഫൗണ്ടേഷൻ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടൂൾസ് സ്കിൽസുകൾ വേണം, ഡാറ്റ സയൻസിന്റെ വർക്ക് എന്താണ്, ലേണിംഗ് പാർട്ട് എന്താണ്, സ്കിൽസും കരിയർ ഓപ്ഷൻസും ഒക്കെ ഞാനൊരു ഐഡിയ തന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് സെഷനിലോട്ട് പോവാം. നിങ്ങൾക്ക് ഡൗട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, റഹ്മാൻ എന്താ ചോദിക്കാണ്ടെന്ന് പറയുന്നുണ്ടോ? ആരാണ്? ഹലോ സാർ, ചോദിച്ചോ. പറഞ്ഞു. സാറ് എക്സലിന്റെ കാര്യം സംസാരിച്ചായിരുന്നല്ലോ, വിഷ്വലൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോ. ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതിനകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയാമോ സാർ? കേട്ടില്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടില്ല. ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എക്സലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാമോ സാർ? എക്സൽ എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്ന ഒരു സ്റ്റാർട്ടിങ് ഫ്രം എക്സലിൽ പണി പഠിക്കാൻ അറിയണം എന്നുള്ളതാണ്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് VLOOKUP എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. VLOOKUP അത് യൂസ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരു ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. VLOOKUP ശരിക്കും പറഞ്ഞാൽ ഡാറ്റ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോ വെച്ചിട്ട് എക്സൽ തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ ഡാറ്റ സെറ്റ് ആണെങ്കിൽ 1,00,000 താഴെ റോസും ഒരു 30-40 കോളത്തിനുള്ളിലുള്ള ഒരു ഡാറ്റ സെറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൈത്തൺ ടൂൾ യൂസ് ചെയ്യുന്നതിനൊക്കെ പകരം എക്സലിൽ തന്നെ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതല്ല,
പക്ഷെ എക്സലിൽ ചെയ്യാൻ അതിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട VLOOKUP എന്നുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത് ട്യൂട്ടോറിയൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ VLOOKUP കിട്ടും. സോ VLOOKUP എന്നുള്ളതാണ് എക്സലിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ നോർമലി എക്സൽ യൂസ് ചെയ്യാൻ അതിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും പഠിക്കുക. അതിൽ ഡാറ്റ നമ്മളെപ്പോഴും ഡാറ്റയിൽ പൂണ്ട് വിളയാടണം എന്ന് പറയും. അതുകൊണ്ട് അതിൽ ഫസ്റ്റ് തിങ് എക്സൽ ആണ്, ഏറ്റവും ബേസിക് സ്കില്ലാണ്. കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രോഗ്രാമിംഗ് സ്കിൽസും മറ്റു ഇതിലോട്ടൊക്കെ വരുന്നുണ്ട്. ബട്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടൂൾ എക്സൽ എന്ന് മാത്രം. അതിൽ ചാർട്ട് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, എബി മാത്യുവിന് എന്തോ ചോദിക്കാണ്ടല്ലോ, ചോദിച്ചോളൂ. ഹലോ സാർ, കേൾക്കാമോ? ഹലോ, അപ്പൊ ഞാൻ MCA കഴിഞ്ഞ് നിൽക്കുന്നു. ഈ വർഷമാണ് കഴിഞ്ഞത്. അപ്പം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ നേരത്തെ ഒരു ഡൊമൈൻ ചൂസ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോ ഡാറ്റാ സയൻസിലോട്ട് പോകണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മള് ഇപ്പൊ കസിൻ ചേട്ടാ ഈ ഡാറ്റ അനലിറ്റിക്സിൽ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം പുള്ളിയുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഡാറ്റാ സയൻസിലൊക്കെ ഇവിടെ കേരളത്തിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇപ്പം എല്ലാ കമ്പനിയിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പക്ഷെ അധികം വർക്കൊന്നും വരാറില്ല, അങ്ങനത്തെയാണ് കേട്ടത്. പിന്നെ ഡാറ്റ അനലിറ്റിക്സിനാണ് പിന്നെയും സ്കോപ്പ് ഉള്ളതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ കൂടെ പണ്ട് ജോലി ചെയ്യുന്നവര് ഡാറ്റ സയൻസിൽ ജോബ് നോക്കി ഭയങ്കര അഡ്വാൻസ് ആയിട്ട് ഡീപ് ലേണിംഗ് ഇതെല്ലാം ഇങ്ങനെ പഠിച്ചിട്ട് അവസാനം ജോബിന് കയറിയിട്ട് ഇപ്പം ചെയ്യുന്നത് ഈ ലീനിയർ റിഗ്രഷൻ അങ്ങനത്തെ ഒരു സംഭവം വെച്ച് ചുമ്മാ ജസ്റ്റ് ബേസിക് സംഭവമാണ് ചെയ്യുന്നത്. പിന്നെ ജോബിന് കയറി ബാംഗ്ലൂരൊക്കെ ജോബിന് കയറിയവര് ഇപ്പം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർക്ക് വരാൻ നല്ല ടൈം എടുക്കും, പ്രൊജക്ട് കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു റീ ഇന്റർവ്യൂ എല്ലാം നടത്തിയിട്ടാണ് ജോബ് കിട്ടണത്. അങ്ങനെയൊക്കെ. പിന്നെ ഡാറ്റ സയൻസ് ജോബിന് കമ്പനികൾ എടുത്തിട്ട് അല്ല, ഡാറ്റ എഞ്ചിനീയറിങ്ങിനും കൂടെ അറിയാവുന്നവരെ പ്രിഫർ ചെയ്യുന്ന അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞ് ഇപ്പൊ ഞാൻ വെബ് ഡെവലപ്മെന്റിലോട്ട് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഡാറ്റ സയൻസിലോട്ട് വന്നാലോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചിന്തിക്കണേ. അപ്പൊ അതിൽ എന്നായിരിക്കും ഒരു അഭിപ്രായം? ഇപ്പൊ നേരെ ഡാറ്റ സയൻസിലോട്ട് പോണോ? അല്ല, ഞാൻ ഒരു സംഭവം നേരിട്ട് ചെയ്യാൻ പറയുന്നില്ല. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പാഷനും കൂടി ഇതിൽ പാറ്ററാണ്. പാഷൻ അതിൽ ഹാർഡ് വർക്ക് ഉണ്ട്, ജോബ് ഓപ്പണിങ്സ് കുറവാണ് എന്നുള്ളതും സത്യമാണ്. പക്ഷെ പേയ്മെന്റ് ഡിഫറെന്റ് ആണ്. ഒരു വെബ് ഡെവലപ്പറിന് കിട്ടുന്ന പേയ്മെന്റ് അല്ല ഒരു ഡാറ്റ സയൻസിന് വരുന്ന പേയ്മെന്റ്. സോ ഒരു 3 ഇയർ കഴിഞ്ഞാൽ 5 ഇയർ കഴിഞ്ഞാലും ഒരു വെബ് ഡെവലപ്പറിന് ഒരു 25 to 30 പാക്കേജ് വരുമ്പോൾ ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക 75 to 1 lakh സാലറി ഇൻക്രിമെന്റ് വരും. അതായത് ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തവരും പാക്കേജിൽ ഡിഫറൻസ് വരും. അതൊരു കാര്യം. രണ്ടാമത് നമ്മുടെ പാഷനാണ്. നമുക്ക് വെബ് ഡെവലപ്മെന്റ് ആണ് പാഷനെങ്കിൽ വെബ് ഡെവലപ്മെന്റിലേക്ക് പോവുക. കാരണം ഞാൻ പറഞ്ഞു, ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടില്ല. കാരണം നമ്മളതിൽ പ്രൊജക്ട് ചെയ്യണം, നമ്മുടെ സ്കിൽസ് വേണം, നമുക്ക് അതിലൊരു പാഷൻ ഉണ്ട് എന്നുള്ളത് ഒരു ഇന്റർവ്യൂവിന് കിട്ടിയാലേ ഇതുള്ളൂ. പിന്നെ ഹൈലി കോമ്പറ്റീഷൻ ആണ് ഡാറ്റ സയന്റിസ്റ്റ് എന്നുള്ളത് കൊണ്ട്. ഏറ്റവും ഹൈ പേയിങ് ജോബ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 1 ലക്ഷത്തോളം പേര് ചിലപ്പോ IIT മദ്രാസിന്റെ BSc ഡാറ്റ സയൻസ് കോഴ്സ് 1 ലക്ഷം ആൾക്കാരാണ് പഠിച്ചിറങ്ങുന്നത്. സോ അപ്പൊ അത്രയും ആൾക്കാർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇത്തിരി കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോ കറന്റ്. പിന്നെ പ്രൊജക്ടുകളൊക്കെ കുറച്ച് കുറവാണ്, എയിലൊക്കെയാണ് പ്രൊജക്ട്. അപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറക്ട്ലി സജസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകണം എന്നുള്ളത്. നമ്മുടെ ഒരു പാഷനും നമ്മൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡാറ്റ സയൻസ് എന്നുള്ള ഡൊമൈനിലേക്ക് ചെയ്യാം. പാരലലി വെബ് ഡെവലപ്മെന്റ് പഠിച്ചോളൂ. കാരണം ജോബ് കിട്ടിയില്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ചെയ്യാം. സാർ ഞാൻ സീനിയർ ഡാറ്റ എഞ്ചിനീയർ ആണ്. അപ്പോൾ എൻ്റെ ഒരു കരിയർ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പിന്നെ C# ഡെസ്ക്ടോപ്പ് ഡെവലപ്മെന്റ്, അത് കഴിഞ്ഞിട്ട് വെബ് ഡെവലപ്പറായി കുറെ കാലം വർക്ക് ചെയ്തു. 8 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഒരു സീനിയർ ഡാറ്റ എഞ്ചിനീയർ എന്നുള്ള ഇനീഷ്യലി കിട്ടിയത് ഡാറ്റ എഞ്ചിനീയർ എന്നുള്ള ജോബ് റോൾ ആയിരുന്നു. അപ്പോൾ എന്നെ ഡാറ്റ എഞ്ചിനീയർ എന്നുള്ള ജോബ് റോളോട്ട് ക്വാളിഫൈ ആക്കിയ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 8 വർഷത്തോളം പൈത്തണിൽ വർക്ക് ചെയ്തത് എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഡാറ്റ എഞ്ചിനീയർ ആയിട്ട് ഡാറ്റ സയൻസ് പഠിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ എളുപ്പങ്ങളുണ്ട്. കാരണം ഒന്നാമത് പൈത്തൺ അറിയാം, പിന്നെ കുറേ കോഡിങ് ടെക്നിക്കുകൾ അറിയാം, പിന്നെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. എന്നിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് എളുപ്പങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കോഡിങ് ജോബ് ഓൾറെഡി ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് എപ്പോഴും നമുക്കത് എന്താ പറയുക ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുള്ളൂ. കാരണം ഈവൻ ഇപ്പോൾ വെബ് ഡെവലപ്പറൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു കോഡിങ്ങിന്റെ ഒരു എന്താ പറയുക ഒരു പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് വേറൊരു ലാംഗ്വേജ് പഠിക്കുന്നതിൽ പൊതുവെ എളുപ്പമായിരിക്കും. ഒന്ന്. രണ്ടാമത്
ഓരോ പ്രോജക്റ്റ് കഴിഞ്ഞാലും അടുത്ത പ്രോജക്റ്റിന് ഇന്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞ കേസൊക്കെ ആക്ച്വലി MNC-കളിൽ വളരെ കോമൺ ആണത്. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റിന് മുന്നേ ഒരു ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്താലാണ് അവർക്ക് കിട്ടുള്ളൂ. അത് ഈ ഫീൽഡിൽ നിന്നല്ല, വെബ് ഡെവലപ്പർ ആയാലും പിന്നെ ഈവൻ മാനേജേഴ്സ് ആയാലും വരെ ഒരു പക്ഷേ അങ്ങനത്തെ ഇന്റർവ്യൂസ് ഉണ്ടാവും. അത് അത്ര ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഫീൽഡിലെത്തി കുറച്ച് എക്സ്പീരിയൻസ് ആയി, നമ്മൾ പാഷനേറ്റ് ആണ്, നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇന്റർവ്യൂസ് ഒക്കെ എളുപ്പത്തിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പൊ അടുത്ത് പിന്നെ ഈവൻ ലറാവൽ എന്ന് പറഞ്ഞൊരു PHP ഫ്രെയിംവർക്കിൽ നിന്ന് പൈത്തണിലോട്ട് സ്വിച്ച് ചെയ്ത ആളുണ്ട്. ആള് പറയുമ്പോൾ ഒരു ഗേൾ ആണ്. അപ്പൊ അവള് പോലും പറഞ്ഞെന്താ വെച്ചാൽ അവൾക്ക് 3 ജോബ് ഓപ്പർച്യൂണിറ്റി ഒരേ സമയം കിട്ടി, അത് പൈത്തൺ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പൊ അതിലൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പാഷനേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കരിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇതിൽ നിന്ന് മറ്റേതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അതെ, മെയിൻ പോയിന്റ് തന്നെയാണ്. ലൈഫ് ലോങ് ലേണിംഗ് ആണ്. നമ്മൾ ഒരു സാധനം പഠിച്ചുകൊണ്ട് തീരില്ല. കമ്പനി പോയാലും പുതിയ പുതിയ കാര്യങ്ങളും ടെക്നോളജിയൊക്കെ വരും പഠിച്ചുകൊണ്ടിരിക്കണം. അത് എന്റെ പാർട്ട് തന്നെയാണ്. ആഷിക്കിന് എന്തോ പറയാനുണ്ടല്ലോ? ഹലോ, കേൾക്കാവോ? കേക്കാം, പറഞ്ഞു. ഞാനൊരു ബിടെക് ഫ്രഷറാണ്. ബിടെക് CS സ്പെഷ്യലൈസേഷൻ AI-ലാണ് ചെയ്തേക്കുന്നത്. ഈ കൊല്ലം ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഏത് ഫ്രഷേഴ്സിന് കോളേജ്? മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വരിക്കോലി. ഓക്കെ. അപ്പോൾ ഫ്രഷേഴ്സിന്റെ ഒരു സ്കോപ്പ് എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങൾ കരിയർ പേജിലൊക്കെ നോക്കുമ്പോഴും എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ ചോദിക്കുന്നത്. മിനിമം ഒരു 2 ഇയർ 3 ഇയർ ഈ ഡൊമൈനിൽ തന്നെ വർക്ക് ചെയ്തവരെയാണ് എല്ലാവർക്കും വേണ്ടത്. പിന്നെ ഇതിന്റെ ഒരു ഹയറിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്? നോർമൽ ആപ്റ്റിറ്റ്യൂഡ് DSA തന്നെയാണോ? അപ്പോൾ നമ്മൾ DSA ഫോക്കസ് ചെയ്ത് പഠിക്കണം, അങ്ങനെയുണ്ടോ? ഇപ്പോൾ ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് ആ ഒരു രീതിയിൽ അത്യാവശ്യം സ്കിൽ സെറ്റ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ DSA അങ്ങനെ ഇതിൽ കൂടുതൽ പഠിക്കണോ? എന്താണ് അതിന്റെ ഒരു ഒപ്പീനിയൻ? DS പഠിക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ കോമൺലി ഈ ടെക് ജെയിൻസ് എല്ലാം ആ ഒരു DSA ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പൊ ആമസോൺ പോലെയുള്ളതിന്റെ ഇന്റർവ്യൂ ഒക്കെ DSA ഒക്കെ തന്നെയായിരിക്കും ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടിലൊക്കെ വരുന്നത്. AML സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ പോലും അത് ചോദിക്കുന്നത് അടുത്ത റൗണ്ടുകളിലായിരിക്കും. അപ്പോൾ കോമൺലി കമ്പ്യൂട്ടർ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും DSA ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അൽഗോരിതംസ് എന്നുള്ള സൈഡിൽ അൽഗോരിതം അനാലിസിസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു ഫ്രഷറിന് കയറണമെങ്കിൽ ഇന്റേൺഷിപ്പ് ആണ് ഏക മാർഗം. ഐ തിങ്ക് നല്ലൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക തന്നെയാണ് ഫസ്റ്റ്. അതിപ്പോ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു 6 മന്ത്സോളം ഇന്റേൺസ് അല്ലെങ്കിൽ 3 മന്ത്സ് ഇന്റേൺസ് ആയിട്ട് നല്ല കമ്പനീസ്, ഇൻഫോപാർക്കോ ടെക്നോ പാർക്കോ അതായത് ബാംഗ്ലൂരിലുള്ള കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ആ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസും കൂടി വെച്ചിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടുന്നത്. ഡയറക്ട്ലി ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷർ ആയിട്ട് ചിലപ്പോൾ ഡാറ്റാ സയന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡാറ്റാ അനലിസ്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് കുറച്ച് കമ്പനീസിലേ ഇപ്പൊ നടക്കുന്നുള്ളൂ. കൂടുതൽ ഇന്റേൺസ് ആയിട്ട് എടുത്ത് അവരെ ഒരു ട്രെയിൻ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഓക്കെ ആണ്, അവർ എക്സ്പെക്ട് ചെയ്യുന്ന സ്കിൽസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് മാത്രമേ റിക്രൂട്ട്മെന്റ് നടക്കുന്നുള്ളൂ. അതുപോലെ പിന്നെ AI വന്നതുകൊണ്ട് തന്നെ AI ടൂൾസ് ഒക്കെ അറിയുന്ന ഒരാളെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ റോളിൽ. അപ്പൊ AI ഒക്കെ പഠിക്കുക, കോഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഒന്ന് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ സാർ, നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ കുറച്ച് നാളിപ്പോ ഒരു 2 ഇയർ വർക്ക് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കുന്നതാണോ, ഇത് ഫ്രഷർ ആയിട്ട് തന്നെ ജോബ് സെർച്ചിന് ഇറങ്ങുന്നതാണോ ബെറ്റർ? അല്ല, ഫ്രഷ് അതാ പറഞ്ഞു, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ 2 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കരിയർ തുടങ്ങിയല്ലോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഡാറ്റാ സയൻസിന് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ IT റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ്. IIT പോലും പഠിച്ചിറക്കുന്നവർക്ക് കൃത്യമായ പ്ലേസ്മെന്റ് 100% പ്ലേസ്മെന്റ് ഇപ്പൊ കിട്ടുന്നില്ല. സോ എവിടെ കിട്ടും? നല്ല ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടോ കിട്ടുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാന്ന് തന്നെയാണ് എന്റെ സജഷൻ പറയുന്നത്. സോ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് കരിയർ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. നമുക്ക് പാരലി പഠിച്ചോ അല്ലെങ്കിൽ കുറച്ച് സ്വന്തമായിട്ട് പ്രൊജക്ട്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. കരിയർ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നീട് കിട്ടും. ഇപ്പൊ ഫ്രഷർ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒന്നെങ്കിൽ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഏത് എൻട്രി ലെവൽ ജോബിൽ പെട്ടെന്ന് കയറുക എന്നുള്ളത്. സോ ഡെവലപ്പർ ആയിട്ടുള്ള ജോബ്സിൽ പെട്ടെന്ന് കയറുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഓക്കെ സാർ, താങ്ക് യു. കാരണം ചിലപ്പോൾ നിങ്ങളിപ്പോ ഒരു 6 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് പോവാണ്. അതേസമയം നമ്മളൊരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് ഒരു എക്സ്പോഷർ കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.
ഇനി റഹ്മാൻ. വേറെ ആർക്കെങ്കിലും questions എന്തെങ്കിലും ഉണ്ടോ? പറയും. സാർ നേരത്തെ സാറ് വെബ് സ്ക്രാപ്പിംഗിന്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ? ആ അത് ഡാറ്റ ഇപ്പൊ കളക്ഷൻ. അത്യാവശ്യം ആ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഫ്രഷറൊക്കെ ആയിട്ട് ജോബ് എൻട്രി കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞത്, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് പല ജോബ് സൈറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ടെക്നോ പാർക്കിന്റെ ജോബ് സൈറ്റ്സുകൾ ഉണ്ടാവും, ഇൻഫോ പാർക്കിന്റെ ജോബ് സൈറ്റ്സ് ഉണ്ടാവും, നൗക്കരിയൊക്കെ പോലെയുള്ള കോമൺ ജോബ് സൈറ്റുകൾ എടുക്കുക, അതിന്റെ ലിങ്കുകൾ എടുത്തിട്ട് ഒരു വെബ് സ്ക്രാപ്പിംഗ് പ്രോഗ്രാംസ് ചെയ്ത്, അതായത് കീവേഡ് കൊടുക്കുക, ഡാറ്റ സയൻസ്, പൈത്തൺ, അതേപോലെ ഫ്രഷർ ഓപ്പണിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ നിന്നുള്ള ജോബ് ഓപ്പണിങ്സ് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഒരു എക്സലിലേക്ക് സ്ക്രാപ്പ് ചെയ്യാൻ ഒരു വെബ് സ്ക്രാപ്പ് പ്രോഗ്രാം എഴുതിയാൽ മതി. ജസ്റ്റ് കോഡുകളും ഇതൊക്കെ വേണമെങ്കിൽ എന്താ പറയാ വെബിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പൊ സ്ക്രാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ അതിനെ ഒരു ചാറ്റ് ജിപിടി പോലെ ടൂൾ കൊടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സ്കിൽസ് ആണ് അവർ ചോദിക്കുന്നത്. ആ സ്കിൽസുകൾ നമ്മൾ ഒരു ഓൺലൈൻ കോഴ്സുകളിലൂടെ പഠിച്ചെടുത്ത് ഒരു പ്രൊജക്ട് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബ് പ്ലേസ്മെന്റ് കിട്ടും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേരളത്തിലുള്ള ഏതൊക്കെ കമ്പനീസിലാണ് ഓപ്പണിങ്സ്, ഏതൊക്കെ ബാംഗ്ലൂരിലുള്ള ഏതൊക്കെ കമ്പനീസിലാണ് ഓപ്പണിംഗ് എന്നുള്ള ഒരു ഡാറ്റ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പനീസിന്റെ റെസ്യൂംസ് അയക്കുക. അതായത് ഇപ്പോഴത്തെ രീതിയിൽ ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം കൂടിയാണ്, റെസ്യൂംസ് അയച്ചിട്ട് കോൾ വന്നിട്ടില്ലെങ്കിൽ വിഷമിക്കരുത്. ഞാനിപ്പോ എന്റെ പല സ്റ്റുഡൻസ് വരെ ഒരു 10-15 കമ്പനീസിലേക്ക് റെസ്യൂം അയക്കുമ്പോൾ അവർക്ക് ഒരു കമ്പനിന്ന് കോൾ കിട്ടില്ല. ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നോർമലി ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുപോലെ സ്ക്രാപ്പ് ചെയ്തിട്ട് 100 കമ്പനികളുടെ ഒരു കോണ്ടാക്ട് കിട്ടിയെങ്കിൽ ജോബ് ഓപ്പണിങ്സ് ഉള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ 100 കമ്പനിക്കും നിങ്ങൾ ഓരോ ദിവസം 10 കമ്പനി എടുത്തിട്ട് നിങ്ങൾ മെയിൽ അയക്കുക. ഇങ്ങനെ ഒരു 1 മന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 100 കമ്പനിക്ക് അയച്ചാൽ 10 കമ്പനി നിങ്ങൾ തിരിച്ചു വിളിക്കുക, അതിന്റെ ഒരു ഇന്റർവ്യൂയിലൊക്കെ എത്താനും പറ്റും. അല്ലാതെ ഇപ്പോ പണ്ടെന്ന് പറഞ്ഞ ഡാറ്റ സയന്റിസ്റ്റ് പറഞ്ഞാൽ തന്നെ എൻട്രി ലെവൽ നല്ല ജോബ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോ ഇത്തിരി ഈ ഒരു കൊല്ലം റിക്രൂട്ട്മെന്റ് കുറവാണ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ എന്റെ സ്റ്റുഡൻസിന് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് വെബ് സ്ക്രാപ്പിംഗ് വഴി ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, പിന്നെ ബാംഗ്ലൂർ പോലെയുള്ള എല്ലായിടത്തെയും ഫ്രഷർ ഓപ്പണിംഗ് പ്ലസ് ഡാറ്റ സയൻസ് ഓപ്പണിംഗ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ട സ്കിൽസുകൾ വെച്ചിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അവർക്ക് റെസ്യൂംസ് അയച്ചു കൊടുക്കും. അപ്പൊ ഒന്നുകൂടി റെസ്യൂംസ് സ്കിൽസ് നമ്മൾ വേണ്ടതും, അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ആ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അതിന് വേണ്ടി അപ്ലൈ ചെയ്യാം. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ നമ്മളിങ്ങനെ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സത്യത്തിൽ ലീഗലാണോ? ഈ ഒരു ലിങ്ക്ഡിനിലൊക്കെ അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന പ്രശ്നമുണ്ട്. അല്ല, അത് ഡിപ്പെൻസ്. ലിങ്ക്ഡിനൊക്കെ ഉള്ള ഡിപ്പെൻസ് അപ്പോൺ സൈറ്റിന്റെ പോളിസിയാണ്. നോർമലി വെബ് സ്ക്രാപ്പിംഗ് റൂൾസ് ഉണ്ട്. ചില കമ്പനീസ് അലൗഡ് ആണ്, വെബ് സ്ക്രാപ്പിംഗ് അലോ ചെയ്യാൻ പറ്റും. സോ അത് ഡിപ്പെൻസ് അപ്പോൺ ആ വെബ്സൈറ്റ് ആണ്. ഇപ്പൊ ടെക്നോ പാർക്കിലൂടെ പോയ ടെക്നോ പാർക്കിന്റെ വെബ്സൈറ്റിലൊന്നും വെബ് സ്ക്രാപ്പിംഗ് ഇല്ലീഗൽ ആണെന്നോ അത് ബ്ലോക്ക് ചെയ്യുന്നൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. ചില സൈറ്റ് ചിലപ്പോൾ അലോ ചെയ്യുന്നുണ്ടാവില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ അവർ ആ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിരിക്കും. പിന്നെ പൊതുവെ മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ നിന്നും ട്വിറ്ററിൽ നിന്നൊക്കെ ഡാറ്റ സ്ക്രാപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അത് പോസിബിൾ അല്ല. കാരണം അവരുടെ പ്രൈവസി കൺസേൺ വെച്ചിട്ട് ട്വിറ്റർ ഇപ്പോഴും അവൈലബിൾ ആണ്, പക്ഷെ പെയ്ഡ് ടൂൾസ് ആണ്. നമുക്ക് എന്റെ ഡാറ്റ സ്ക്രാപ്പ് ചെയ്തെടുക്കാം. ബട്ട് ഫേസ്ബുക്ക് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ ഫേസ്ബുക്കിനൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ ഫേസ്ബുക്കിൻ്റെതായ കുറച്ച് ടൂളുകൾ വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് സാധാ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്ക്രാപ്പ് ചെയ്തിരുന്നു. സോ അത് ലീഗൽ ആണോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ 50-50 ആണ്. ലീഗൽ അവരെ അലോ ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമുക്കത് ചെയ്യാം. നമ്മളത് കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് സെല് ചെയ്യുമ്പോൾ അത് ഒരു ലീഗൽ കേസായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് അത് നോ ഇഷ്യൂ. ഓക്കെ സാർ, താങ്ക് യു. അഭിനന്ദേ ചോദിച്ചോളൂ. ഹലോ സാർ, ഞാനിപ്പോ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം കരിയർ ആയിട്ട് നോക്കുന്നത് ഡാറ്റ സയൻസ് അല്ല ML ഫീൽഡ് എന്നുള്ള ഇതാണ്. അപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന രീതിയിൽ അതൊരു ഗുഡ് സ്റ്റാർട്ടിംഗ് ആണോ, അല്ലെങ്കിൽ അപ്പൊ ഈ ഒരു പൊസിഷൻ നിനക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോവാം? ശരിക്കും പറഞ്ഞാല് നല്ല അതിനേക്കാൾ അഡ്വാൻസ് ഉള്ള ഒരു ഏരിയയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ ഡാറ്റ സയന്റിസ്റ്റിന്റെ റോള് നിങ്ങൾക്ക് ഡാറ്റ സയൻസിനുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മൊത്തം പ്രോംപ്റ്റ് ഉണ്ടാക്കാനൊക്കെ അറിയാലോ. ശരിക്കും പറഞ്ഞാൽ ഡാറ്റ സയൻസിന്റെ റോള് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റിന്റെ റോൾസുകൾ ഇപ്പൊ റീപ്ലേസ് ചെയ്യുന്നതിന്റെ വലിയ ചലഞ്ച് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സൽ ഫയൽ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ അതില് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് അത് ചെയ്തു തരുന്ന AI ടൂൾസുകൾ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അല്ലെങ്കിൽ ഒരു PDF ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് സമ്മറി എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. ഇത് മുമ്പ് ഒരു ഡാറ്റ സയന്റിസ്റ്റിന്റെ റോളായിരുന്നു. ഇത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയാലോ, പ്രോംപ്റ്റുകൾ ഡിസൈൻ ചെയ്യാന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക് ആണ്. അപ്പൊ ഡാറ്റ സയൻസിന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഫോക്കസ് ചെയ്താൽ മതി. ഒരു എക്സലിൽ നിന്നുള്ള ഡാറ്റ അനാലിസിസ് അതിനുള്ള പ്രോംപ്റ്റുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാം. അങ്ങനെ ഒരു കരിയറിലോട്ട് ഡെവലപ്പ് ചെയ്യാം. ഇനി ഫ്യൂച്ചറിലുള്ള ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അതിൽ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ സജഷൻ. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മടി വേണ്ട, ചോദിച്ചോ. ചിലവരൊക്കെ മടിച്ചിട്ടിരിക്കുന്നയാ, ചോദിക്കാൻ മടിച്ചു. ഗ്രൂപ്പിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് കാണുന്നതാണ്. ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 to 1 പറയാം, ആൻസർ ചെയ്യാമെന്ന് മാത്രം. വിഷ്ണു ചോദിച്ചോളൂ. സാറേ, ഞാനൊരു സീനിയർ എഞ്ചിനീയർ ആണ് പൈത്തണിൽ. അപ്പോൾ അവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്സ് ആണ്. മടി മാറിയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്സ് ഒന്ന് സ്ട്രോങ് ആവാൻ എന്താ ചെയ്യേണ്ടത്? സോ നല്ല കോഴ്സുകളിലൊക്കെ നല്ല മാത്സ് ഫോർ മെഷീൻ ലേണിംഗ് എന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾ ഉണ്ടാവും. മറ്റേ ജനറൽ മാത്സ് പഠിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര അറിയാലോ, തിയറം പ്രൂഫ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു ബോറിംഗ് ആണ്. അപ്പോൾ മാത്സ് ഫോർ മെഷീൻ ലേണിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫോക്കസ്ഡ് കോഴ്സസ് ഒക്കെ കോഴ്സുകളിലുണ്ട്. അതേപോലെ തന്നെ ബേസിക് മാത്സ് സ്കിൽസ് ഒന്ന് സ്ട്രോങ് ആക്കാം, കാൽക്കുലസും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസും ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മെഷീൻ ലേണിങ്ങിനൊക്കെ ആവശ്യമുള്ള മാത്സ് പഠിച്ചാൽ മതി. ഞാനത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഓൺലൈൻ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ മിക്കതും നല്ലതായിരിക്കും. കുറച്ചും കൂടി മെഷീൻ ലേണിങ്ങിന് വേണ്ടി ഡാറ്റ സയൻസിന് വേണ്ടി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടാവും. ജനറൽ മാത്സിന്റെ കോഴ്സ് അല്ല, മാത്സ് ഫോർ ഡാറ്റ സയൻസോ അല്ലെങ്കിൽ മാത്സ് ഫോർ മെഷീൻ ലേണിംഗ് എന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾ, ഫ്രീ കോഴ്സുകൾ, മെറ്റീരിയൽസ് ഒന്നും പഠിക്കുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും കോഴ്സ് സജസ്റ്റ് ചെയ്യാനുണ്ടോ സാറിന്? ഇപ്പോൾ ജനറലി സജസ്റ്റ് ചെയ്യുന്നില്ല, കോഴ്സറയിലൊന്ന് കയറിയിട്ട് നോക്കുന്നത് നന്നായിരിക്കും. കോഴ്സറ അറിയാലോ, അതില് ഒന്ന് മാത്സ് ഫോർ മെഷീൻ ലേണിംഗ് എന്നുള്ള രീതിയിലുള്ള 1-2 കോഴ്സുകൾ ഉണ്ട്. പെട്ടെന്ന് എക്സാക്ട് ലിങ്ക് എനിക്ക് ഓർമ്മയില്ല, അത് സെർച്ച് ചെയ്ത് കിട്ടും. ഓക്കെ, ശരി. അഭിനന്ദൻ എന്താ ചോദിക്കാനല്ലേ? അഭിനന്ദ്, ചോദ്യം ചോദിക്കാൻ മടിയുള്ളവര് ചാറ്റിൽ വേണമെങ്കിൽ എഴുതിയിട്ടോ. അഭിനന്ദ് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഓൾറെഡി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചതാ. ചോദിക്കാൻ മടിയുള്ളവര് മെസ്സേജ് ഇട്ടോ ചാറ്റില്. ആർക്കും അപ്പൊ ഒന്നും ചോദിക്കാനില്ല ഇനി. ഇതൊക്കെ വൈൻഡപ്പ് ചെയ്യാം, അത്യാവശ്യം സമയമായല്ലോ. ഓക്കെ, നമ്മുടെ മീറ്റപ്പിന് എല്ലാരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നോ? മീറ്റപ്പിനെ കുറിച്ച് ഇല്ലല്ലോ, എവിടെ ഷെയർ ചെയ്തിരുന്നോ? ഗ്രൂപ്പിലൊന്നും കണ്ടില്ല. ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നല്ലോ, ഫേസ്ബുക്കിലും ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഫോം ഇന്ന് ഈവനിങ്ങിനുള്ളിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടുമായിരുന്നേ. ഓക്കെ. അപ്പോൾ പ്രേം സാർ, വളരെ നന്ദിയുണ്ട് നമ്മുടെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതിന്. ഇനിയും സാറിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള സെക്ഷൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.